അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ. The ratio of the arithmetic mean of two numbers to one of the numbers is 3:5. What is the ratio of the smaller number to larger one? 1:2, 1:3, 1:4, 1:5. Okay. Ratio of arithmetic mean of two numbers. Arithmetic mean of two numbers is average. A B ആണെങ്കിൽ A plus B by 2. അത് one of the numbers 3:5 ആണ് തന്നിട്ടുണ്ട്. അതായത് ആവറേജും വൺ ഓഫ് ദ നമ്പേഴ്സും 3:5 തന്നിട്ടുണ്ട്. അപ്പൊ ഈ വൺ ഓഫ് ദ നമ്പേഴ്സ് എന്ന് പറയുന്നത് ലാർജർ ആയിരിക്കുമോ സ്മോളർ ആയിരിക്കുമോ? ഒബ്വിയസ്ലി ആവറേജിനെക്കാളും വലിയ നമ്പർ ആണ് വന്നേക്കുന്നെങ്കിൽ ഇത് എന്തായിരിക്കും? ഇത് ലാർജർ നമ്പർ ആണ് അല്ലെ? ലാർജർ നമ്പർ ആണ്. ഓക്കെ. ഇനി വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദ സ്മോളർ നമ്പർ ടു ലാർജർ വൺ? ഓക്കെ. ഇപ്പൊ നമുക്ക് ലാർജർ നമ്പർ 5 ആണെന്ന് വിചാരിക്കുക. ലാർജർ നമ്പർ 5 ആണെന്ന് വിചാരിക്കുക. അപ്പൊ അറിത്മെറ്റിക് മീൻ 3 കിട്ടണമെങ്കിൽ, ആവറേജ് 3 കിട്ടണമെന്നുണ്ടെങ്കിൽ സ്മോളർ നമ്പർ എന്തായിരിക്കും? സ്മോളർ നമ്പർ 1 ആയിരിക്കത്തില്ലേ? 5 + 1 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോഴല്ലേ 3 കിട്ടുന്നത്. അപ്പൊ സ്മോളർ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ റേഷ്യോ എന്ത് വരും? 1:5 എന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. അപ്പൊ അരിത്മെറ്റിക് മീനും അതായത് ആവറേജും ഒരു നമ്പർ തമ്മിലുള്ള റേഷ്യോ 3:5 തന്നിട്ടുണ്ട്. അപ്പൊ ഒബ്വിയസ്ലി ആ ഒരു നമ്പർ എന്ന് പറയുന്നത് ലാർജർ നമ്പർ ആയിരിക്കും. ആവറേജിനെക്കാളും വലുതാണ് വന്നേക്കുന്നത്. വലുത് വന്നെങ്കിൽ അത് ലാർജർ നമ്പർ ആണ്. അപ്പൊ ലാർജർ നമ്പർ 5 ആണെന്നുണ്ടെങ്കിൽ സ്മോളർ നമ്പർ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ആവറേജ് എത്രയാ? 3 ആണ്. ഓക്കെ. അപ്പൊ 1:5 എന്ന് കിട്ടും. 1:5 ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 1:5 എന്ന് കിട്ടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 42ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ആൻ എമൗണ്ട് ഓഫ് 1,50,000 is shared among A, B and C in the ratio of 2:3:5, then A receives the same amount as he would receive if another sum of money is shared between A, B and C in the ratio 5:3:2. The ratio of rupees 1,50,000 to the second amount of money is 2:3, 3:2, 5:2, 5:3. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? 1,00,000 രൂപ എ ബി സിയിൽ ഡിവൈഡ് ചെയ്തു. റേഷ്യോ എന്താ? 2:3:5. അപ്പം എക്ക് കിട്ടിയ അതേ എമൗണ്ട് തന്നെ എക്ക് കിട്ടുന്ന രീതിയിൽ എ ബി സിയിൽ 5:3:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു. ആ എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് എന്താ കണ്ടുപിടിക്കേണ്ടത്? റേഷ്യോ ഓഫ് 1,50,000 to the second amount of money is 2:3, 3:2, 5:2, 5:3. ഓക്കെ. എന്തായിരുന്നു പറഞ്ഞേക്കുന്നത്? 1,00,000 രൂപ ഉണ്ടായിരുന്നു. 1,00,000 രൂപ ഉണ്ടായിരുന്നു. അത് എ ബി സി 3 പേരിൽ ഡിവൈഡ് ചെയ്യുന്നു. ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്? 2:3:5 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് അല്ലേ? 2:3:5. അപ്പൊ എക്ക് എത്ര കിട്ടി? എക്ക് 30,000, ബിക്ക് 45,000, സിക്ക് 75,000. ഓക്കെ. എങ്ങനെ പെട്ടെന്ന് കിട്ടുന്നത്? സം ഓഫ് റേഷ്യോ എത്രയാ? 2 + 3 5, 5 + 5 10 ആണ്. 10 എന്ന് പറയുന്നത് 1,00,000 ആണെങ്കിൽ 1 എന്ന് പറയുന്നത് എത്രയാ? 15,000 ആണ്. അപ്പം 1 യൂണിറ്റ് 15,000 ആണ്. അപ്പൊ 2 യൂണിറ്റ് എത്ര? 30,000. 3 യൂണിറ്റ് എത്ര? 45,000. 5 യൂണിറ്റ് എത്ര? 75,000. പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. 30,000, 45,000, 75,000. ഓക്കെ. ഇപ്പൊ എക്ക് കിട്ടിയേക്കുന്ന 30,000 തന്നെ എക്ക് വീണ്ടും കിട്ടും. എപ്പോഴാണ്? വേറെ ഏതോ ഒരു എമൗണ്ട് ഓഫ് മണി ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോഴാ? 5:3:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന ഉടനെ എക്ക് എത്ര കിട്ടുമെന്നാ പറയുന്നത്? 30,000 കിട്ടുമെന്നാണ് പറയുന്നത്. 30,000. ഓക്കെ. എക്ക് 30,000 കിട്ടിയാൽ ആ മൊത്തം എമൗണ്ട് എത്ര ആയിരിക്കും? 5 എന്ന് പറയുന്നതാണ് എയുടെ റേഷ്യോ. അപ്പൊ അത് 30,000 ആണ്. മൊത്തം റേഷ്യോ എത്രയാ? മൊത്തം റേഷ്യോ 5 + 3 8, 8 + 2 10 ആണ്. 5 എന്ന് പറയുന്നത് 30,000 ആണ്. 10 എന്ന് പറയുന്നത് എത്രയാ? 60,000 ആണ്. അപ്പം 60,000 ആയിരുന്നു എമൗണ്ട്, സെക്കൻഡ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ റേഷ്യോ എന്ത് കിട്ടും? 1,50,000 = 60,000. 15/6 എന്ത് കിട്ടും? 5:2 എന്ന് കിട്ടും. 5:2. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി എന്ന് കിട്ടും. ഓപ്ഷൻ സി. 1,00,000 രൂപ എ ബി സിയിൽ ഡിവൈഡ് ചെയ്തു. 2:3:5. അപ്പൊ എക്ക് എത്ര, ബിക്ക് എത്ര, സിക്ക് എത്ര കണ്ടുപിടിച്ചു. അന്നേരം എക്ക് കിട്ടിയ എമൗണ്ട് ആണ് എക്ക് പിന്നെയും കിട്ടിയേക്കുന്നത്. ഏതോ ഒരു എമൗണ്ട് 5:3:2 റേഷ്യോ ഡിവൈഡ് ചെയ്തപ്പോൾ ആ എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്ക് അന്നേരം 30,000 കിട്ടിയെങ്കിൽ മൊത്തം എമൗണ്ട് എത്ര ആയിരുന്നു? 60,000 ആണ്. കാര്യം എക്ക് 5 പോർഷൻ കിട്ടും. ടോട്ടൽ പോർഷൻ എത്ര? 10 പോർഷൻ ആണ്. അപ്പൊ എമൗണ്ട് 60,000 ആണ്. അപ്പൊ റേഷ്യോ എത്രയാ? 1,00,000 = 60,000. 5:2 എന്ന് കിട്ടും. 5:2. ഓപ്ഷൻ സി എന്ന് കിട്ടി. ഓപ്ഷൻ സി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 43ാമത്തെ ക്വസ്റ്റ്യൻ. The sum of 3 numbers is 116. Sum of 3 numbers is 116. The second number and the third number are in the ratio 9:16, while the first and the third number are in the ratio 1:4.
ഫൈൻഡ് ദ സെക്കൻഡ് നമ്പർ 8, 16, 64, നൺ ഓഫ് ദീസ്. 3 നമ്പർ അതിന്റെ സം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 116. ഇനി എന്താ തന്നേക്കുന്നത്? സെക്കൻഡ് നമ്പറും തേർഡ് നമ്പറും തമ്മിലുള്ള റേഷ്യോ വന്നിട്ടുണ്ട്. അത് എത്രയാ? 9:16. ഇനി എന്താ തന്നേക്കുന്നത്? ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പറും തമ്മിലുള്ള റേഷ്യോ വന്നിട്ടുണ്ട്. അത് എത്രയാ? 1:4 ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പർ അതായത് y എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. y എത്രയാണ്? എങ്ങനെയാ ചെയ്യുന്നത് നമ്മളത്? 2 റേഷ്യോ ഉണ്ട്, സമം ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ 2 റേഷ്യോ കമ്പൈൻ ചെയ്ത് 3 റേഷ്യോ ആക്കണം. അപ്പൊ നമുക്ക് നേരെ ഇവിടെ ഇൻവേർട്ടഡ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാര്യം എന്താ? ഫസ്റ്റ് റേഷ്യോയുടെ സെക്കൻഡ് ടേമും സെക്കൻഡ് റേഷ്യോയുടെ ഫസ്റ്റ് ടേമും സെയിം ആക്കണം. അപ്പൊ നമ്മൾ ഇതിനെ മാറ്റണം. അപ്പൊ y:z എന്ന് പറയുന്നത് 9:16 ഇതിനെ നമ്മൾ z:x എന്നാക്കും. 4:1 എന്ന് കിട്ടും. അപ്പൊ ഫസ്റ്റ് റേഷ്യോയുടെ സെക്കൻഡ് ടേമും സെക്കൻഡ് റേഷ്യോയുടെ ഫസ്റ്റ് ടേമും സെയിം തന്നെ അല്ലേ? ഇനി ഇപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം ഇൻവേർട്ടഡ് n. അപ്പൊ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്താ? y:z:x എന്ന് കിട്ടും. y:z:x. അപ്പൊ എന്ത് കിട്ടി? ഫസ്റ്റ് ടേം 9 × 4 36. സെക്കൻഡ് ടേം 4 × 16 64. തേർഡ് ടേം 16 × 1 16 എന്നും കിട്ടി. ഓക്കെ. y:z:x എന്ന് പറയുന്നത് 36:64:16. ഓക്കെ, അതങ്ങനെ ഇരിക്കട്ടെ. നമുക്കറിയാം 3 നമ്പറിന്റെ സം 116 ആണ്. ഈ സം റേഷ്യോസിന്റെ സം എത്ര തന്നെ വന്നു? 36, 64, 100, 116, 116 സം തന്നെയാണ്. അപ്പൊ കറക്റ്റ് വാല്യൂസ് തന്നെ കിട്ടിയേക്കുന്നത്. y എത്ര? 36, z 64, x എത്ര? 16 ഒന്നും കിട്ടി. അപ്പം സെക്കൻഡ് നമ്പർ വെച്ചേക്കുന്നത്. y യുടെ വാല്യൂ എത്ര വരും? y യുടെ വാല്യൂ 36 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ആൻസർ 36 എന്ന് വരും. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്ന് വരും. ഓക്കെ. ഇതിനകത്ത് നമുക്ക് 3 നമ്പറിന്റെ സം തന്നിട്ടുണ്ട്, 2 റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പൊ കമ്പൈൻ ചെയ്ത് 3 റേഷ്യോ ആക്കണം. പക്ഷെ പ്രശ്നം എന്തായിരുന്നു? ഫസ്റ്റ് റേഷ്യോയുടെ സെക്കൻഡ് ടൈമും സെക്കൻഡ് റേഷ്യോയുടെ ഫസ്റ്റ് ടൈമും സെയിം ആക്കണമായിരുന്നു. മനസ്സിലായോ? അപ്പൊ അതിന് ഇന്റർചേഞ്ച് ചെയ്ത് എന്നിട്ട് ഇൻവേർട്ടഡ് n അപ്ലൈ ചെയ്തു. നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്താ? y:z:x ആണ്. 36:64:16 എന്ന് കിട്ടി. അതിന്റെ സം 116 തന്നെയാണ്. അപ്പൊ നേരെ അങ്ങ് എടുത്താൽ മതി എന്ത്? 36 എന്നുള്ള. അപ്പൊ നമുക്ക് ഡയറക്ട്ലി തന്നെ നമുക്ക് 36 എന്നുള്ള ആൻസർ കിട്ടുമായിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 44ാമത്തെ ക്വസ്റ്റ്യൻ. 44. A pot contains 81 liters of pure milk. 1/3 of the milk is replaced by the same amount of water. Again 1/3 of the mixture is replaced by that amount of water. Find the ratio of milk and water in the new mixture. 4:7, 4:3, 4:9, 4:5. ഓക്കെ. ഒരു പോട്ടിനകത്ത് 81 ലിറ്റർ മിൽക്ക് ഉണ്ട്. അതിന്റെ 1/3 എടുത്ത് മാറ്റി വെള്ളം ആഡ് ചെയ്തു. അപ്പൊ മിക്സ്ചർ ആയില്ലേ? വെള്ളവും പാലിനുള്ള മിക്സ്ചറായി. പിന്നെ അതിന്റെ 1/3 എടുത്ത് മാറ്റി വെള്ളം ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഫൈനലി ഇതിനകത്ത് എത്ര മിൽക്കും വാട്ടറും ഉണ്ട്? അതിന്റെ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഷോർട്ട് കട്ട് പഠിച്ചായിരുന്നു. എന്താണ്? സപ്പോസ് എ കണ്ടെയ്നർ കണ്ടെയ്ൻസ് x units of pure liquid. From that y units are taken out and replaced by water. And after n such operations, quantity of pure liquid എത്രയാണ്? quantity of pure liquid x into 1 minus y by x to the power n. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതാണ് ക്വാണ്ടിറ്റി ഓഫ് പ്യുവർ ലിക്വിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് പ്യുവർ ലിക്വിഡ്. അപ്പൊ ഇവിടത്തെ കേസിൽ പ്യുവർ ലിക്വിഡ് എന്താ? മിൽക്ക് ആണ്. ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് എന്ന് x into 1 minus y by x to the power n. ഇപ്പൊ ഇത്ര x ലിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് y ലിറ്റർ എടുത്ത് മാറ്റി വെള്ളം ആഡ് ചെയ്തു. പിന്നെയും y ലിറ്റർ മിക്സർ എടുത്ത് മാറ്റി വെള്ളം ആഡ് ചെയ്തു. പിന്നെയും മാറ്റി. അങ്ങനെ എത്ര പ്രാവശ്യം വേണമെങ്കിലും മാറ്റി കൊടുക്കും. n സച്ച് ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് x into 1 minus y by x to the power n. ഓക്കെ. അപ്പൊ ഇവിടുത്തെ കേസിൽ എന്താ വരുന്നത്? ഇവിടുത്തെ കേസിൽ ക്വാണ്ടിറ്റി ഓഫ് പ്യുവർ ലിക്വിഡ് എങ്ങനെ പിടിക്കും? 81 ലിറ്റർ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 81 ലിറ്റർ 1 മൈനസ് y എന്ത് വരും? എത്ര യൂണിറ്റിലാണ് എടുത്ത് മാറ്റിയേക്കുന്നത്? 1/3 എടുത്ത് മാറ്റുന്ന പറഞ്ഞേക്കുന്നത്. അപ്പൊ 81 ലിറ്ററിന്റെ 1/3 എന്ന് പറയുമ്പോൾ എത്ര വരും? 27 ലിറ്റർ വരും. 27/81. എത്ര പ്രാവശ്യം അങ്ങനെ ചെയ്തേക്കുന്നത്? 2 പ്രാവശ്യം. ആദ്യം ഒന്ന് മാറ്റി പിന്നെയും മാറ്റി 2 പ്രാവശ്യം. സിംപ്ലിഫൈ ചെയ്തേ. 81 ഇത് 1/3 എന്ന് കിട്ടും. 1 മൈനസ് 1/3 2/3 എന്ന് കിട്ടും. അപ്പൊ 2/3 into 2/3 36 എന്ന് കിട്ടും. 36. അതായത് 36 ലിറ്റർ മിൽക്ക് ആണുള്ളത്. അപ്പൊ മിൽക്ക് നമുക്ക് കിട്ടി 36 ലിറ്റർ ആണ്. അപ്പൊ വാട്ടർ എത്രയുണ്ട്? ശരിക്കും നമ്മുടെ കണ്ടെയ്നർ എത്ര? 81 ലിറ്റർ ആയിരുന്നു. അപ്പൊ ബാക്കി 45 ലിറ്റർ ആണ് എന്ത്? വാട്ടർ ഉള്ളത്. അപ്പൊ റേഷ്യോ എന്ത് വരും? മിൽക്ക് ടു വാട്ടറിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 36:45. അപ്പൊ എന്ത് വരും? 4:5. 4:5. ഓപ്ഷൻ ഡി 4:5 എന്ന് വരും.
ഇത് മറക്കല്ല, ഈ ഈക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. അതായത് ക്വാണ്ടിറ്റി ഓഫ് പ്യുവർ ലിക്വിഡ് എന്ന് പറയുന്നത് അറിഞ്ഞിരുന്നാൽ മതി, ബാക്കിയെല്ലാം എളുപ്പമാണ്. എന്താണ് ക്വാണ്ടിറ്റി ഓഫ് പ്യുവർ ലിക്വിഡ് എന്ന് പറയുന്നത് x × 1 - y/x to the power n ആണ്. x എന്ന് പറയുന്നത് ആദ്യം ഇനീഷ്യലി ഉണ്ടായിരുന്ന പ്യുവർ ലിക്വിഡിന്റെ ക്വാണ്ടിറ്റി, y എന്ന് പറയുന്നത് എത്രയാണ് എടുത്ത് മാറ്റിയിട്ട് വെള്ളം ആഡ് ചെയ്തെന്നുള്ളത്. ഓക്കെ, n എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം അങ്ങനെ ചെയ്തു, അതങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് പ്യുവർ ലിക്വിഡ് കിട്ടും. മിൽക്കിന്റെ ക്വാണ്ടിറ്റി കിട്ടി, അപ്പൊ ടോട്ടൽ നമുക്ക് 81 ആണ്. അപ്പൊ വാട്ടറിന്റെ കിട്ടി 45 ആണ്. റേഷ്യോ കണ്ടുപിടിക്കാം, 4:5 എന്ന് കിട്ടും. 4:5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 45. 2 numbers are in the ratio 4:5 and their LCM is 180. The smaller number is. 2 numbers are in the ratio 4:5 and their LCM is 180. The smaller number is 9, 15, 36, 45. ഇപ്പൊ 2 നമ്പർ ഉണ്ട്, 2 നമ്പറിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:5 ആണ്. ഓക്കെ, അതിന്റെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 180 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്മോളർ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്മോളർ നമ്പർ ഇവിടെ സ്മോളർ നമ്പർ എന്ന് പറയുന്നത് എത്രയാ? 4x ആണ്. മറ്റേ നമ്പർ എത്രയാ? 5x ആണ്. ഓക്കെ, 4x 5x ആണെങ്കിൽ അതിന്റെ LCM എത്ര കിട്ടും? LCM എന്ന് പറയുന്നത് 4 × 5 × x അല്ലേ വരുന്നത്? 20x എന്ന് വരും അല്ലെ? 20x എന്നുള്ളത് LCM എടുക്കുവാണെങ്കിൽ 4ഉം 5ഉം കോമൺ ഫാക്ടർ ഒന്നും ഇല്ല, x എന്ന് പറയുന്നതാണ് അതിന്റെ HCF എന്ന് പറയുന്നത്. അപ്പൊ 4 × 5 × x ചെയ്യുന്ന നമുക്ക് LCM കിട്ടും. ഇതെന്ന് പറയുന്നത് 180 ആണ് നമുക്കറിയാം. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 9 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ചെറിയ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 4x 4 × 9 36 എന്ന് വരും. 36 ഏതാ ഓപ്ഷൻ വന്നിരിക്കുന്നത്? ഓപ്ഷൻ സി 36 എന്ന് വരും. 36. അപ്പൊ നമുക്ക് 2 നമ്പറിന്റെ റേഷ്യോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ LCM ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇത് ചെയ്യാം. അതായത് 4x ഉം 5x ഉം ആണ് നമ്പേഴ്സ്. ഇതിന്റെ LCM എന്ന് പറയുന്നത് എന്ത് വരും? x രണ്ടിനും കോമൺ ആണ്, അപ്പൊ x മാറി, പിന്നെ 4 × 5. x × 4 × 5 ആണ് എന്ത്? LCM എന്ന് പറയുന്നത്. അപ്പം 4 × 5 × x 20x ആണ് LCM. 20x എന്ന് പറയുന്നതാണ് 180 എന്ന് പറയുന്നത്. അപ്പം എക്സിന്റെ വാല്യൂ എന്ത് വരും? ആ കോൺസ്റ്റന്റ് വാല്യൂ 9 എന്ന് വരും. കോൺസ്റ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്മോളർ നമ്പറോ ലാർജ് നമ്പറോ ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ചോദിച്ചേക്കുന്നത് ഇവിടെ ഏതാ? ഇവിടെ ചോദിച്ചേക്കുന്നത് സ്മോളർ നമ്പർ ആണ്. സ്മോളർ നമ്പർ 4 × 9 36 എന്ന് കിട്ടും. ഓപ്ഷൻ സി 36 എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, the ratio of the sides of a triangle are in the ratio 1/2 = 1/3 = 1/4 and its perimeter is 104 centimeter. The length of the longest side in centimeter is 26, 32, 48, 52. Ratio of sides of a triangle are in the ratio 1/2 = 1/3 = 1/4. പെരിമീറ്റർ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് എത്രയാണ്? 104 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ലോങ്ങസ്റ്റ് സൈഡ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ലോങ്ങസ്റ്റ് സൈഡ്. ഓക്കെ, ഈ റേഷ്യോ നമ്മൾ ഫ്രാക്ഷൻ എന്നുള്ളത് മാറ്റുകയാണ്. അപ്പൊ LCM എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. LCM എന്ത് വരും? ഡിനോമിനേറ്ററിന്റെ LCM 12 വരും. ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 6, 4, 3. 6:4:3 എന്ന് കിട്ടി സൈഡ്സിന്റെ റേഷ്യോ. ഓക്കെ, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി പെരിമീറ്റർ, ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സൈഡ്സിന്റെ എല്ലാം സം ആണ്. ഓക്കെ, സൈഡ്സിന്റെ എല്ലാം സം ആണ്. സൈഡ്സിന്റെ റേഷ്യോ നമുക്ക് വന്നിട്ടുണ്ട് 6:4:3 ആണ്. അപ്പം പെരിമീറ്റർ എന്ന് പറയുന്നത് 104 ആണ്. അപ്പൊ സൈഡ്സിന്റെ എല്ലാം കൂടെ സം എടുത്ത് നോക്കിയ റേഷ്യോയുടെ 6 + 4 10, 10 + 3 13 എന്ന് വരും. അപ്പൊ 13 എന്നുള്ളതാണ് റേഷ്യോ വെച്ച് കിട്ടുന്നത്. അപ്പൊ അത് 104 ആണോ എന്നുണ്ടെങ്കിൽ എത്ര ടൈംസ് ആണ്? × 8 ചെയ്യുമ്പോഴല്ലേ. അപ്പൊ അതിന്റെ കോൺസ്റ്റന്റ് കിട്ടി നമുക്ക് 8 ആണ്. അപ്പൊ ലോങ്ങസ്റ്റ് സൈഡ് 6 × 8 48 സെന്റിമീറ്റർ എന്ന് കിട്ടും. 48 സെന്റിമീറ്റർ ആണ് എന്ത്? ലോങ്ങസ്റ്റ് സൈഡ് വരുന്നത്. ഓപ്ഷൻ സി 48 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് കോൺസ്റ്റന്റ് ഏതാന്നുള്ള ഫൈൻഡ് ചെയ്തിട്ട് റേഷ്യോക്കകത്തിട്ട് കൊടുക്കുന്നുള്ളേ ഉള്ളൂ. ഇപ്പം 13 എന്ന് പറയുന്നത് 104 ആവണമെന്നുണ്ടെങ്കിൽ 6 എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചാലും മതി. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി, സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാതെ, പക്ഷെ നമുക്ക് അറിയേണ്ട എത്രയേ ഉള്ളൂ. പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് സം ഓഫ് ദ സൈഡ്സ് ആണ്. അപ്പൊ പെരിമീറ്റർ 104 സെന്റിമീറ്റർ ആണ്. സൈഡ്സിന്റെ റേഷ്യോ ഫ്രാക്ഷനിലായിരുന്നു, അത് നമ്മൾ കൺവേർട്ട് ചെയ്ത് എങ്ങനെയാക്കി? 6:4:3 എന്നാക്കി. ഇതെല്ലാം കൂടെ കൂട്ടുന്ന ഉടനെ 13 എന്ന് കിട്ടി. അത് 104 എത്രയാണെന്നുണ്ടെങ്കിൽ 8 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 13 × 8 ആണ് 104. അപ്പൊ സൈഡ് എത്ര? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 48 സെന്റിമീറ്റർ എന്ന് കിട്ടും. 48 സെന്റിമീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 47. The sum of 4 numbers A, B, C and D is 110. C is twice A. Sum of A and D is equal to that of B and C. A:B is 3:5. The numbers are option A 3, 5, 6, 8,
ഓപ്ഷൻ ബി 15, 25, 30, 40. ഓപ്ഷൻ സി 15, 25, 35, 45. നൺ ഓഫ് ദീസ്. എന്താ പറഞ്ഞേക്കുന്നത്? 4 നമ്പേഴ്സ് ഉണ്ട്, എയും ബിയും സിയും ഡിയും. അതെല്ലാം കൂടെ കൂട്ടുന്നുണ്ട് 110 കിട്ടണം. ഓക്കെ, അപ്പൊ തന്നെ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ പോയി. കാര്യം ആ ചെറിയ നമ്പേഴ്സ് അതെല്ലാം കൂട്ടുന്നുണ്ട് എന്താ 110 കിട്ടില്ല. പിന്നെ സി ഈസ് ട്വൈസ് എ. സി എന്ന് പറയുന്നത് ട്വൈസ് എ ആണ്. അപ്പൊ തന്നെ സി എന്ത് പോയി? ഓപ്ഷൻ സി അതും പോയി. കാര്യം 15, 25, 35, 45 എന്നാ. 15, 25, 35, 45 എന്നാ. അപ്പൊ സി ട്വൈസ് എ അല്ല, അപ്പൊ ഓപ്ഷൻ സിയും മാറി. ഇനിയുള്ള ഓപ്ഷൻ ബി നൺ ഓഫ് ദീസേ ഉള്ളൂ. ഓക്കെ, സം ഓഫ് എ ആൻഡ് ഡി ഈസ് ഈക്വൽ ടു ബി ആൻഡ് സി. അപ്പൊ അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എ ഈസ് ടു ബി എന്ന് പറയുന്നത് 3:5. ഓപ്ഷൻ ബി ഒന്ന് എടുത്ത് നോക്കിയേ. 15, 25, 30, 40. ഇതെല്ലാം കൂടെ കൂട്ടുന്നുണ്ട് എന്ത് വരും? 110 കിട്ടും. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സി എന്ന് പറയുന്നത് ട്വൈസ് എ ആണ്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എയും ഡിയും കൂടെ കൂട്ടുന്നത് ബിയും സിയും കൂടെ കൂട്ടുന്നതാണ്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെന്താ? എ ഈസ് ടു ബി എന്ന് പറയുന്നത് 3:5 തന്നെയാണ്. അപ്പൊ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ചെയ്താൽ മതി. ഇത് ഓപ്ഷൻ സി ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി 15, 25, 30, 40 ഇത് കിട്ടും. ഓക്കെ, വളരെ ഈസി ആയിരുന്നത്. ഓപ്ഷൻ സി ട്രൈ ചെയ്യാം, വളരെ ഈസി ആയിട്ട് ചെയ്യാറുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. When a particular number is subtracted from each of 7, 9, 11 and 15, the resulting numbers are in proportion. The number to be subtracted is 1, 2, 3, 5. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഒരു നമ്പർ, ഈ നമ്പർ 7, 9, 11, 15, 7, 9, 11, 15, ഇത് ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൊപ്പോർഷണൽ ആകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഏത് നമ്പർ ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് ട്രൈ ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ 1 സബ്ട്രാക്ട് ചെയ്ത് എന്ത് വരും? 6, 8, 10, 14. പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഓഫ് മീൻ വരുമോ? 80, 84. ഇത് വരത്തില്ല. ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി നോക്കിയേ. 2 കുറയ്ക്കുമ്പോൾ എന്താ? ഇത് 5 ആകും, ഇത് 7 ആകും, ഇത് 9 ആകും, 13 ആകും. പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീം പ്രൊഡക്റ്റ് ഓഫ് മീൻ അല്ല. ഓപ്ഷൻ സി എത്ര കുറയ്ക്കേണ്ടത്? 3 കുറയ്ക്കണം. 3 കുറയ്ക്കുമ്പോൾ എന്ത് വരും? 4, 6, 8, 12. 6 into 8, 48. 4 into 12, 48. പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീം പ്രൊഡക്റ്റ് ഓഫ് മീൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എത്രയാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി 3 ആണ് ആൻസർ. ഓപ്ഷൻ സി 3 ആണ് ആൻസർ വരുന്നത്. ഇത് ഓരോ ഓപ്ഷനും ട്രൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ 7, 9, 11, 15 ഈ നമ്പറിൽ നിന്ന് ഏതാണ് കുറയ്ക്കേണ്ടത്? അത് പ്രൊപ്പോർഷണൽ ആണെന്നാണ് ഇത് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ഇട്ടു, 1 കുറച്ചു. 1 കുറയ്ക്കുന്ന എത്ര? 6 ആയി, 8 ആയി, 10 ആയി, 14 ആയി. പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീമും പ്രൊഡക്റ്റ് ഓഫ് മീനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. അടുത്ത 2 കുറച്ചു, 5, 7, 9, 13 കിട്ടി. അന്നേരം അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇത് 3 കുറയ്ക്കുമ്പോഴാണ് 7 ന്ന് 3 കുറച്ച് 4, 9 ന്ന് 3 കുറച്ച് 6, 11 ന്ന് 3 കുറച്ച് 8, 15 ന്ന് 3 കുറച്ച് 12. പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീം 48, പ്രൊഡക്റ്റ് ഓഫ് മീൻ 48. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി. ഓപ്ഷൻ സി 3 എന്ന് കിട്ടും. 3 ആണ് നമ്മൾ കുറയ്ക്കേണ്ടത്. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 49ാമത്തെ ക്വസ്റ്റ്യൻ. The average age of 3 boys is 25 years. And their ages are the proportion 3:5:7. The age of the younger boy is 9 years, 15 years, 18 years, 21 years. 3 ബോയ്സിന്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 25 വയസ്സാണ്. അവരുടെ ഏജിന്റെ പ്രൊപ്പോർഷൻ 3:5:7 ആണ്. അങ്ങനെയാണെങ്കിൽ യങ്ങർ ബോയുടെ ഏജ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 3 പേരുടെ ആവറേജ് എന്ന് പറയുന്നത് 25 ആകണമെന്നുണ്ടെങ്കിൽ അവരുടെ സം എത്രയായിരിക്കും? അപ്പം 25 into 3 അല്ലേ? അപ്പൊ എത്ര വരും? 75 എന്ന് കിട്ടും. കാര്യം ആവറേജ് എന്ന് പറയുന്നത് സം ഡിവൈഡഡ് ബൈ 3 ആണ്. 3 പേരുടെ ആണെങ്കിൽ സം ഡിവൈഡ് ബൈ 3 ആണ്. 2 പേരുടെ സം ഡിവൈഡ് ബൈ 2. 4 പേരുടെ ആണെങ്കിൽ സം ഡിവൈഡഡ് ബൈ 4 ആണ്. ഓക്കെ, അപ്പൊ സം നമുക്ക് കിട്ടി 75 ആണ്. ആവറേജ് 25 ആണെങ്കിൽ സം 75 ആയിരിക്കും. 3 പേരാവുള്ളത് അതുകൊണ്ട്. ഓക്കെ, ഇനി അവരുടെ റേഷ്യോ എത്രയാ? 3:5:7 ആണ്. 3:5:7. അപ്പൊ ഇതിന്റെ സം എത്രയാ? 3 + 5 8, 8 + 7 15. 15 എന്ന് പറയുന്നത് 75 എത്രയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് കോൺസ്റ്റന്റ്? 5 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 15 into 5 ആണ് 75. അപ്പം യങ്ങർ ബോയുടെ ഏജ് എത്രയാ? 3 into 5, 15 ഇയേഴ്സ് എന്ന് കിട്ടും. 15 ഇയേഴ്സ്. ഓപ്ഷൻ ബി 15 ഇയേഴ്സ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നമ്മൾ ഇതുപോലത്തെ കുറെ ക്വസ്റ്റൻ ചെയ്തതാണ്. പക്ഷെ ഇത്ര മാത്രമേ അറിഞ്ഞിരുന്നാൽ മതി. 3 പേരുടെ ആവറേജ് 25 ആണെങ്കിൽ സം എത്രയാണ്? ആവറേജ് ഇൻറ്റു 3. അപ്പൊ എത്ര വരും? 75 എന്ന് കിട്ടും. പിന്നെ റേഷ്യോയുടെ സം വെച്ച് ഡിക്വേറ്റ് ചെയ്തു, നമ്മൾ സോൾവ് ചെയ്തു. യങ്ങർ ബോയുടെയാണ് ചോദിച്ചേക്കുന്നത്. 3 into 5, 15 ഇയേഴ്സ് എന്ന് കിട്ടും. 15 ഇയേഴ്സ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. y varies directly as x plus 3.
and y equal to 8 when x equal to 1. What is the value of y when x equal to 2? 6, 10, 12, 16. y varies directly as x plus 3. അപ്പൊ രാവിലെ നമ്മൾ നോക്കിയായിരുന്നു എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണോ ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാകുമ്പോൾ എന്താണ് വരുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, y varies directly as x plus 3 എന്നാണ്. അപ്പം y ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു x plus 3 എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് പ്രൊപ്പോർഷണാലിറ്റി ഈ കോൺസ്റ്റന്റ് മാറ്റാൻ വേണ്ടി നമ്മളൊരു ഈക്വൽ ടു ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ, y ഈക്വൽ ടു k ഇൻറ്റു എക്സ് പ്ലസ് 3 എന്നാണ്. ഓക്കെ ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത് ക്വസ്റ്റ്യനില്, എക്സ് 1 ആകുമ്പോൾ y 8 ആണ്. അപ്പൊ എക്സ് 1 ആകുമ്പോൾ 1 പ്ലസ് 3 4 ആണ്, y 8 ആണ്. അപ്പൊ കെയുടെ വാല്യൂ എന്താ, കെയുടെ വാല്യൂ നമുക്ക് കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 2 എന്ന് കിട്ടി. ഓക്കെ, k 2 എന്ന് കിട്ടി. ഇനി ചോദിച്ചേക്കുന്നത് എന്താ, വാട്ട്സ് ദ വാല്യൂ ഓഫ് y when x equal to what's the value of y when x equal to 2 എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ കെയുടെ വാല്യൂ 2 എന്ന് കിട്ടി, എക്സിന്റെ വാല്യൂ 2 പ്ലസ് 3 5 എന്ന് കിട്ടി. വൈയുടെ വാല്യൂ എന്ത് വരും, വൈയുടെ വാല്യൂ 10 എന്ന് വരും. 10 ഓപ്ഷൻ ഏതാ വന്നേക്കുന്നത്, ഓപ്ഷൻ ബി 10 എന്ന് വരും. ഓപ്ഷൻ ബി 10. ഓക്കെ, അപ്പൊ y ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് പ്ലസ് 3 അപ്പൊ നമ്മൾ അങ്ങനെ എഴുതി, y ഡയറക്ട് പ്രൊപ്പോർഷണൽ ടു എക്സ് പ്ലസ് 3. അപ്പം അത് ഈക്വൽ ടു ആക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എക്സ് 1 ആകുന്ന ഉടനെ y 8 ആണ്. അപ്പം k ഇൻറ്റു 4 എന്ന് പറയുന്നത് y 8 ആണ്. അപ്പൊ കെയുടെ വാല്യൂ നമുക്ക് കിട്ടി 2 ആണ്. ഓക്കെ, ഇനി കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എക്സിന്റെ വാല്യൂ 2 ആകുമ്പോൾ എന്താണെന്നുള്ളതാണ്. അപ്പൊ 2 പ്ലസ് 3 5 ഇൻറ്റു 2 10 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ 10 എന്ന് കിട്ടും. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാതെ തന്നെ രണ്ട് റേഷ്യോ എടുത്തിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാം എളുപ്പം തന്നെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത 51ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് ആൻഡ് വൈ വേരി ഇൻവേഴ്സ്ലി വിത്ത് ഈച്ച് അതർ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഈക്വൽ ടു ആക്കുന്നത് എങ്ങനെയാ, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എക്സ് വൈ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എക്സ് വൈ ഈക്വൽ ടു കോൺസ്റ്റന്റ് നമ്മൾ നോക്കിയതാണ് നേരത്തെ. ഓക്കെ, എക്സ് വൈ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, when x is 12 y is 9. x 12 ആകുമ്പോൾ y 9 ആണ്. അപ്പൊ കെയുടെ വാല്യൂ എന്താ, 12 ഇൻറ്റു 9 108 ആണ്. ഓക്കെ, ഇനി ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താ, the pair which is not a possible pair of corresponding values of x and y is 9 and 12, 18 and 6, 24 and 18, 36 and 3. ഈ തന്നേക്കുന്ന ഓപ്ഷനിൽ ഏത് പെയർ ആണ് പോസിബിൾ അല്ലാത്ത. ഓക്കെ, എക്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പൊ നമ്മൾ അത് എഴുതി, എക്സ് ഈക്വൽ ടു കെ വൈ വൈ, എക്സ് വൈ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ളതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആകുമ്പോൾ വരുന്നത്. അപ്പം 12ഉം 9ഉം എക്സ് 12 ആകുമ്പോൾ y 9 തന്നിട്ടുണ്ട്. അപ്പം 12 ഇൻറ്റു 9 108 ആണ് നമ്മുടെ കോൺസ്റ്റന്റ് വരേണ്ടത്. അപ്പൊ ഓപ്ഷൻസിൽ 108 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരാത്ത ഏതാ ഉള്ളത്, ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ 9 ഉം 12. 9 ഇൻറ്റു 12 എത്ര, 108 ആണ്. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ അതല്ല. അടുത്ത ഓപ്ഷൻ ബി 18 16. 18 ഇൻറ്റു 16 എത്ര, 108 ആണ്. അപ്പൊ അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എക്സ് വൈ എന്ന് പറയുന്നത് 108 വരുന്നുണ്ട്, അതും അല്ല. അടുത്ത ഓപ്ഷൻ ഡിയും എന്താ, 36 ഇൻറ്റു 3 108 ആണ്. അപ്പൊ ആ പാട് ഓപ്ഷൻ സി ആണ് സാറ്റിസ്ഫൈ ആകാത്ത, 24 and 18. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 108 വരില്ല. അപ്പം പോസിബിൾ പെയർ അല്ലാത്തത് ഏതാ വരുന്നത്, പോസിബിൾ പെയർ അല്ലാത്തത് ഓപ്ഷൻ സി 24 and 18 എന്ന് കിട്ടും. 24 and 18. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, 52ാമത്തെ ചോദ്യം. സീത and Geeta have 2 glasses of equal volumes. Both have some milk in their glasses. Sita says to Geeta, give me half of the milk in your glass so that my glass will be full of milk. Geeta says to Sita, instead, you give me 1/4 of the milk in your glass so that my glass will be full of milk. Find the ratio of volumes of milk in their glasses. A 1:2, B 4:3, C 3:4, D 2:3. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, സീതയും ഗീതയും ഉണ്ട്, രണ്ടുപേരുടെയും കയ്യിൽ ഈക്വൽ വോളിയൂംസ് ഉള്ള 2 ഗ്ലാസ് ഉണ്ട്, അതിനകത്ത് മിൽക്കും ഉണ്ട്. സീത ഗീതയുടെ അടുത്ത് പറയുകയാണ്, ഗീതയുടെ കയ്യിലുള്ള ഗ്ലാസിന്റെ പകുതി സീതയ്ക്ക് കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ സീതയുടെ ഗ്ലാസ് ഫുൾ ആകും. അപ്പൊ നേരെ തിരിച്ച് ഗീത പറയുക, അത് വേണ്ട, സീതയുടെ കയ്യിലുള്ള ഗ്ലാസ്സിലെ മിൽക്കിന്റെ 1/4 തന്നാൽ മതി, എന്റെ ഗ്ലാസ് ഫുൾ ആകും മിൽക്ക് എന്ന് പറഞ്ഞു, മിൽക്ക് വെച്ച് ഫുൾ ആകും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവരുടെ 2 പേരുടെയും കയ്യിലുള്ള ഗ്ലാസിനകത്ത് എത്ര വോളിയം ഓഫ് മിൽക്ക് ഉണ്ട്, അതിന്റെ റേഷ്യോ എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഒന്നുകൂടെ ചോദ്യം പറയാം. 2 പേരുടെയും കയ്യിൽ, സീതയുടെയും ഗീതയുടെയും കയ്യിൽ സെയിം വോളിയം ഉള്ള 2 ഗ്ലാസ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് എത്രയോ ഉണ്ട് മിൽക്ക്.
നമുക്കറിയില്ല, അതിന്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സീത ഗീതയുടെ അടുത്ത് പറയുവാണ് ഗീതയുടെ കയ്യിലുള്ള മിൽക്കിന്റെ പകുതി തരാൻ. അപ്പൊ ഇവരുടെ ഗ്ലാസ് ഫുൾ ആകും. ഓക്കെ, തിരിച്ച് ഗീത പറയാം സീതയുടെ കയ്യിലുള്ളതിന്റെ 1/4 തന്നാൽ മതി, 1/4 തന്നാൽ മതി, എന്താകും? ഗീതയുടെ ഗ്ലാസ് ഫുൾ ആകുമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള റേഷ്യോ എത്രയാണ്, മിൽക്കിന്റെ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, എങ്ങനെ ചെയ്യും നമ്മളിത്? ഓക്കെ, സപ്പോസ് നമ്മുടെ ഈ ഗ്ലാസിന്റെ വോളിയം എന്ന് പറയുന്നത് ഇസഡ് ആണെന്ന് വിചാരിക്കട്ടെ. ഓക്കെ, സീതയുടെ കയ്യിലുള്ളതിന്റെ മിൽക്കിന്റെ വോളിയം എന്ന് പറയുന്നത് എക്സ് ആണെന്ന് വിചാരിക്കട്ടെ. ഗീതയുടെ കയ്യിലുള്ളതിന്റെയോ വൈ ആണെന്ന് വിചാരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഗ്ലാസിന്റെ ഫുൾ വോളിയം ഇസഡ് ആണ്. സീതയുടെ കയ്യിലുള്ള മിൽക്കിന്റെ വോളിയം എന്ന് പറയുന്നത് എക്സും ഗീതയുടെ കയ്യിലുള്ള മിൽക്കിന്റെ വോളിയം എന്ന് പറയുന്നത് വൈ ആണെന്ന് വിചാരിക്കട്ടെ. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? സീത പറയുവാണ് എന്ത്? സീതയുടെ കയ്യിലുള്ള ആ വോളിയം പ്ലസ് ഗീതയുടെ പകുതി, ഗീതയുടെ കയ്യിൽ വൈ ആണുള്ളത്, അതിന്റെ പകുതിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്താകും എന്ന് പറഞ്ഞു? ഫുൾ വോളിയം ആകും. ഫുൾ വോളിയം, ഗ്ലാസിന്റെ ഫുൾ വോളിയം എന്ന് പറയുന്നത് എത്രയാ? ഇസഡ് ആണ്. ഇതാണ് ആദ്യം പറഞ്ഞേക്കുന്നത്, 5/2 ആണ്. ഓക്കെ, അതിന് പകരം ഗീത പറയുന്നത് എന്താ? ഗീതയുടെ കയ്യിലുള്ളതും സീതയുടെ കയ്യിലുള്ളതിന്റെ 1/4 കിട്ടിയാൽ എന്താകും എന്ന് പറഞ്ഞു? ടോട്ടൽ വോളിയം ഇസഡ് ആകും എന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ട് ഇസഡും എന്താണ്? സെയിം ആണ്. നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്തൂടെ? ഇക്വേറ്റ് ചെയ്യാം. എക്സ് പ്ലസ് y/2 എന്ന് പറയുന്നത് y പ്ലസ് x/4. എക്സിന്റെ ടേംസ് ഇങ്ങോട്ടും വൈയുടെ ടേംസ് അങ്ങോട്ടും എടുത്തു. എക്സ് മൈനസ് x/4 എന്ന് വരും. ഇപ്പൊ എത്ര? 3x/4 എന്ന് വരും. y മൈനസ് y/2 എന്ന് വരും. y/2 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് x/y ആണ്. ഇപ്പൊ എന്ത് വരും? 4/3 ഇൻറ്റു 2/3 എന്ന് കിട്ടും. അതായത് റേഷ്യോ 2:3 എന്ന് കിട്ടും. റേഷ്യോ ഓപ്ഷൻ ഡി 2:3 എന്ന് കിട്ടും. ഓക്കെ, എന്നൂടെ പറയാം, രണ്ടുപേരുടെയും കയ്യിൽ ഈക്വൽ വോളിയം ഓഫ് ഗ്ലാസ് ഉണ്ട്, അതിനകത്ത് എത്രയോ മിൽക്കും ഉണ്ട്. ഓക്കെ, അതിന്റെ റേഷ്യോ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സീത ഗീതയുടെ അടുത്ത് പറയുകയാണ് ഗീതയുടെ പകുതി തന്നാൽ സീതയുടെ ഗ്ലാസ് ഫുൾ ആവും. ഓക്കെ, അതിന് പകരം ഗീത പറയുക സീതയുടെ 1/4 കൊടുത്താൽ മതി, ഗീതയുടെ ഗ്ലാസ് ഫുൾ ആവും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ വോളിയം എത്രയാണെന്നാണ്, റേഷ്യോ എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ ടോട്ടൽ ഗ്ലാസ് വോളിയം മിക്സഡ് ആയിട്ട് എടുത്തു. സീതയുടെ കയ്യിൽ എക്സും ഗീതയുടെ കയ്യിൽ വൈയും ആണെന്ന് വിചാരിക്കുക. അപ്പം ഗീതയുടെ പകുതിയും കൂടെ കിട്ടുമ്പോൾ ടോട്ടൽ വോളിയമായി. സീതയുടെ 1/4 കിട്ടുന്ന ടോട്ടൽ വോളിയമായി. അപ്പൊ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. എക്സ് പ്ലസ് y/2 എന്ന് പറയുന്നത് y പ്ലസ് x/4. അപ്പോൾ എക്സിന്റെ ടേംസ് ഒരുമിച്ച് വൈയുടെ ടേംസ് ഒരുമിച്ചാക്കി സോൾവ് ചെയ്യുന്നതാണ്. x/y എന്ന് പറയുന്നത് 2/3 എന്ന് കിട്ടും. 2/3 ഓപ്ഷൻ എത്രയാ? ഓപ്ഷൻ ഡി എന്ന് വരും. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എ പേഴ്സൺ ഡിസ്ട്രിബ്യൂട്ടഡ് 2 different amounts among his sons A, B, C and D. First amount was distributed in the ratio 4:3:2:1. Second amount was distributed in the ratio 5:6:7:8. If first amount is half of the second amount, then which son will get the maximum amount? A, B, C and D. പക്ഷേ മനസ്സിലായോ? 4 മക്കളുണ്ട്, ABCD. 2 എമൗണ്ട് ഉണ്ട്. ആദ്യത്തെ എമൗണ്ട് 4:3:2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. രണ്ടാമത്തെ എമൗണ്ട് 5:6:7:8 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് സെക്കൻഡ് എമൗണ്ട് പകുതിയേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർക്കാണ് മാക്സിമം എമൗണ്ട് കിട്ടിയത്? എങ്ങനെ ചെയ്യുന്നത്? എങ്ങനെ ചെയ്യും നമ്മളിത്? 4 മക്കളുണ്ട്, 4:3:2:1 റേഷ്യോയിലും 5:6:7:8 റേഷ്യോയിലുമാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല ആർക്കാ കിട്ടിയെന്നുള്ളത്, കൂടുതൽ കിട്ടിയെന്നുള്ളത്. ഓക്കെ, ഈ രണ്ടാമത്തെ എമൗണ്ട് എന്ന് പറയുന്നത് ആദ്യത്തെ എമൗണ്ട് എന്ന് പറയുന്നത് ആദ്യത്തെ എമൗണ്ട് ഡബിൾ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ആദ്യത്തെ എമൗണ്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ എമൗണ്ട് പകുതിയാണ്. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് അസ്യൂം ചെയ്യാം, എന്നിട്ട് സോൾവ് ചെയ്യാം. ഇപ്പൊ സപ്പോസ് നമ്മൾ ഇവിടെ നോക്കാം, 100 ആണ് അസ്യൂം ചെയ്യുന്നത് വിചാരിക്കാം. 100 ആണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് വരും? 40:30:20:10 എന്ന് വരും അല്ലെ? എല്ലാം കൂടി ഡിവൈഡ് ചെയ്യുന്നത് 40:30:20:10 വരും. ഇവിടെ എന്ത് വരും? അപ്പം എമൗണ്ട് 200 ആയിരിക്കും. പക്ഷെ 200 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നോക്കിയേ, സം ഓഫ് റേഷ്യോ നോക്കിയേ, 5 + 6 11, 11 + 7 18, 18 + 8 26 ആണ് വരുന്നത്. 26 എന്ന് പറയുന്നത് 200 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ ഡെസിമൽസ് വരും. അപ്പൊ കാൽക്കുലേഷൻ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ട് വരും. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്ന നല്ലൊരു വാല്യൂ അസ്യൂം ചെയ്യാം. ഓക്കെ, ഏതാണ് അസ്യൂം ചെയ്യേണ്ടത്? ഇവിടെ നോക്കിയേ, ഇവിടുത്തെ സം ഓഫ് റേഷ്യോ എത്രയാ? 4, 3, 2, 1. അതായത് 10 ആണ് സം ഓഫ് റേഷ്യോ. ഇവിടുത്തെ സം ഓഫ് റേഷ്യോ എത്രയാ? 5, 6, 7, 8. എത്ര വരും? 26 വരും. അപ്പൊ ഇതിന്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഡെസിമൽ ഒന്നും വരാതെ വൃത്തിക്കായിട്ട് കിട്ടും. അപ്പൊ എന്ത് വരും?
10ന്റെ ആയിരിക്കണം 26ന്റെ ആയിരിക്കും, നമുക്ക് എന്തെടുക്കാം, നമുക്ക് 260 അങ്ങ് എടുക്കാം. ഓക്കെ, 260 എടുത്തെന്ന് വിചാരിച്ചോ. ഓക്കെ, നമുക്ക് 260 എടുത്തെന്ന് വിചാരിച്ചു. 260. ഓക്കെ, 260 എടുത്തു. 260 ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും, ഇവിടെ എന്ത് വരും, അതിന്റെ പകുതിയുമായിരിക്കും അല്ലെ. ഓക്കെ, 260 ആണെങ്കിൽ എക്ക് എത്ര കിട്ടും, 26 ആണ് സം ഓഫ് റേഷ്യോ. അപ്പൊ 260 വരണമെങ്കിൽ 10 ആണ് നമ്മുടെ റേഷ്യോയുടെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താവും, 50 വരും, ഇതെന്ത് വരും, 60 വരും, ഇത് 70 വരും, ഇത് 80 വരും. സിമ്പിൾ ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, 26 ആണ് സം ഓഫ് റേഷ്യോ, നമ്മൾ 260 ആണ് എമൗണ്ട് എങ്കിൽ ഓരോന്നിനെ ഇൻറ്റു 10 ചെയ്താൽ മതി. അതേപോലെ ഇവിടെ 130 ആണ് ഇവിടുത്തെ ഫസ്റ്റ് കേസിൽ വരുന്നത്, അതായത് 260ന്റെ പകുതിയാണ് വരുന്നത്. ഓക്കെ, സം ഓഫ് റേഷ്യോ എത്രയാ, 10 ആണ്. അപ്പൊ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പൊ എന്ത് വരും, 13 എന്ന് വരും. 13. അപ്പൊ ഇതെന്ത് വരും, 4 × 30 52. ഇതെന്ത് വരും, 39. ഇതെന്ത് വരും, 26. ഇതെന്ത് വരും, 13 വരും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കി, എക്ക് എത്ര കിട്ടും, 52 50 102, ബിക്കോ 99, സിക്ക് 96, ഡിക്ക് 93. അപ്പൊ ആർക്കാ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ, എക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. അപ്പൊ ഓപ്ഷൻ എ തന്നെ, എക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയെന്ന് കിട്ടും. ഓക്കെ, നമ്മളപ്പോ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ അസ്യൂം ചെയ്തു. അപ്പൊ നമ്മൾ വെറുതെ 100 200 അങ്ങനെ അസ്യൂം ചെയ്യാതെ ഡെസിമൽ ഒന്നും വരാത്ത നല്ല വാല്യൂ ആണ്. അപ്പൊ നമ്മൾ സം ഓഫ് റേഷ്യോ എടുത്തു. 5 6 7 8 ആണ് റേഷ്യോ. അപ്പൊ അതിലൂടെ കൂട്ടുമ്പോൾ 26 ആണ്. ഇവിടെ 4 3 2 1 ആണ്, കൂട്ടുമ്പോൾ 10 ആണ്. അപ്പൊ 260 എടുത്താൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. 260 എടുത്തു, അപ്പൊ അവിടെ 130. 260നെ 5:6:7:8 റേഷ്യോ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 50 60 70 80. പെട്ടെന്ന് തന്നെ കിട്ടി. 130നെ 4:3:2:1. സം ഓഫ് റേഷ്യോ 10 ആണ്. അപ്പം ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 13 ആണ്. അപ്പം 4 യൂണിറ്റ്സ് 52, 3 യൂണിറ്റ് 39, 2 യൂണിറ്റ് 26, ഒരു യൂണിറ്റ് 13. 52 50 102. എക്ക് 102 കിട്ടി, ബിക്ക് 99, സിക്ക് 96, ഡിക്ക് 93. അപ്പൊ ഈ എമൗണ്ട് ആയിരുന്നുണ്ടെങ്കിൽ ഇത്രയായിരുന്നു അവർക്ക് കിട്ടുന്നത്. അപ്പൊ എക്കാണ് കൂടുതൽ എമൗണ്ട് കിട്ടുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ നോക്കി എക്കാ കിട്ടുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, 54ാമത്തെ ക്വസ്റ്റ്യൻ. In an express train, the number of passengers traveling in AC sleeper class, first class and sleeper class are in the ratio 1:2:3. And the fares to each of these classes are in the ratio 5:4:2. If the total income from this train is 45,600, then the income from AC sleeper class is 6,000, 8,000, 10,000, 12,000. ഒരു എക്സ്പ്രസ് ട്രെയിൻ ഉണ്ട്. ഇപ്പൊ പാസഞ്ചേഴ്സ് ട്രാവലിംഗ് ഇൻ AC സ്ലീപ്പർ ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് ആൻഡ് സ്ലീപ്പർ ക്ലാസ് എന്ന് പറയുന്നത് 1:2:3 ആണ്. ഇതാണ് ആൾക്കാരുടെ എണ്ണം. ACയില്, ഫസ്റ്റ് ക്ലാസ്സില്, സ്ലീപ്പർ ക്ലാസ്സിൽ ആൾക്കാരുടെ എണ്ണം. ഓക്കെ, ഇനി ഫെയർസ് എന്ന് പറയുന്നത്, അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 5:4:2 ആണ്. ഇതാണ് ഫെയർ. ഇത്ര കാശാകുന്നുള്ള ഒരു ടിക്കറ്റ്. ഓക്കെ, if the total income from this train, ആ ട്രെയിനിന് കിട്ടിയ മൊത്തം ഇൻകം എന്ന് പറയുന്നത് 45,600 ആണെങ്കിൽ AC സ്ലീപ്പർ ക്ലാസ്സിൽ നിന്ന് മാത്രം എത്രയാണ് ഇൻകം കിട്ടിയെന്നാണ് ചോദ്യം. ഓക്കെ, 6,000, 8,000, 10,000, 12,000. ഓക്കെ, ഇപ്പൊ എങ്ങനെ ചെയ്യുന്നത്? AC ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സ്ലീപ്പർ ഉണ്ട്. എണ്ണം ആ ഓരോ ഇതിനകത്തും ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് AC 1 ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ 2, സ്ലീപ്പറിൽ 3. ഓക്കെ, മറ്റേ ഫെയർസ് റേഷ്യോ എത്രയാ, 5:4:2 ആണ്. ACന്ന് 5 ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസിന്റെ ടിക്കറ്റിന്റെ വില 4 ആണ്, സ്ലീപ്പറിന്റെ ടിക്കറ്റിന്റെ വില 2 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഓക്കെ, ഒരാൾ AC ട്രാവൽ ചെയ്തു. അപ്പം എത്ര ആള് ഇവിടെ ട്രാവൽ ചെയ്യും? ഫസ്റ്റ് ക്ലാസ്സിൽ 2 പേര് ട്രാവൽ ചെയ്യും. അപ്പൊ സ്ലീപ്പറിൽ എത്ര പേര് ട്രാവൽ ചെയ്യും? 3 പേര് ട്രാവൽ ചെയ്യും. ഒരു ടിക്കറ്റിന്റെ വില എത്രയാ? 5 രൂപ. ഒരു ടിക്കറ്റിന്റെ ഫസ്റ്റ് ക്ലാസിന്റെ വില എത്രയാ? 4 രൂപ. സ്ലീപ്പറിന്റെ വില എത്രയാ? 2 രൂപ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തം എത്ര ഇൻകം കിട്ടും? 1:5 പ്ലസ് 2:4, 2 പേര് 4 രൂപ പ്ലസ് 3:2. അപ്പൊ എന്ത് കിട്ടി? 19 എന്ന് കിട്ടി. 19. ഓക്കെ, നമുക്ക് 19 ആണ് ഇൻകം എന്ന് കിട്ടി. ശരിക്കും ഇൻകം എത്രയായിരുന്നു കിട്ടിയേക്കുന്നത്? 45,600 ആണ് അല്ലേ? ഇപ്പൊ 19 എന്ന് പറയുന്നതാണ് 45,600 എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട എത്രയാ? AC എന്നുള്ള ഇൻകം ആണ്. AC എന്നുള്ള ഇൻകം എത്രയാ? 1:5. ആ എത്രയാന്ന് കണ്ടുപിടിച്ചാൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് എന്ന് പറയുന്നത് 5:45600/19 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ എത്ര വെച്ച് കട്ട് ചെയ്യാൻ പറ്റും? ഇത് 2,400 കിട്ടും. 5×2,400 12,000 എന്ന് കിട്ടും. അതായത് AC മാത്രം 12,000 രൂപയാണ് കിട്ടുന്നത് നമുക്ക് കിട്ടും. ഓപ്ഷൻ ഏതാ?
ഓപ്ഷൻ ഡി ₹12,000 എന്ന് കിട്ടും. ഒന്നുകൂടെ പറയുന്നത്, ഈ സിയിലും ഫസ്റ്റ് ക്ലാസ്സിലും സ്ലീപ്പറിലും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ റേഷ്യോ 1:2:3. അതിന്റെ ഫെയറിന്റെ റേഷ്യോ 5:4:2. സപ്പോസ് ഒരാളാണ് ട്രാവൽ ചെയ്ത് എ സിയിൽ, 2 പേരാണ് ഫസ്റ്റ് ക്ലാസ്, 3 പേരാണ് സ്ലീപ്പറിൽ എന്ന് വിചാരിക്കുക. ഫെയർ എത്ര? 5, 4, 2 ആണെന്ന് വിചാരിക്കുക. അപ്പൊ എത്ര ഇൻകം കിട്ടും? ഒരാൾ ട്രാവൽ ചെയ്തു 5 രൂപ, 1x5. 2 പേര് 4 രൂപ, 2x4. 3 പേര് 2 രൂപ വെച്ചിട്ട് 3x2. എല്ലാം കൂടെ 19 രൂപ കിട്ടും. ശരിക്കും കിട്ടിയ എത്രയാണ്? 45,600 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ സിന്ന് മാത്രം കിട്ടുന്ന എത്ര? 5 ആണ്. 5 എന്ന് പറഞ്ഞ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ചെയ്തു 12,000 എന്ന് കിട്ടി. ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. An employer reduces the number of his employees in the ratio 9:8 and increases their wages in the ratio 14:15. The difference in the amount of the total salary bill, which was originally ₹1,890, after the above two changes will be 90, 100, 110, 120. ഇപ്പൊ എംപ്ലോയർ എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? ആൾക്കാരുടെ എണ്ണം കുറച്ചു. 9 ആയിരുന്നെങ്കിൽ അതിപ്പം 8 ആക്കി. 9:8 റേഷ്യോയിൽ ആൾക്കാരുടെ എണ്ണം കുറച്ചു. എന്നാൽ വേജസോ 14 ആയിരുന്നെങ്കിൽ അതിപ്പോ 15 ആക്കി. 14:15 റേഷ്യോയിലേക്ക് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? കണ്ടുപിടിക്കണേ ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് ദ ടോട്ടൽ സാലറി ബിൽ. സാലറി ബില്ലിൽ എത്ര വ്യത്യാസമാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഒറിജിനലി അത് 1,890 ആയിരുന്നു സാലറി ബിൽ. അപ്പൊ എത്രയാണ് വ്യത്യാസം ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. 90, 100, 110, 120. ഓക്കെ, വർക്കേഴ്സിന്റെ എണ്ണം നമ്പർ എന്ന് പറയുന്നത് 9:8 എന്നാണ്. അപ്പൊ 9 വർക്കേഴ്സ് ആണെങ്കിൽ ഇപ്പൊ അത് 8 ആക്കി. സാലറി 14 ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ അത് 15 ആക്കി. ഓക്കെ, ആ റേഷ്യോ നമുക്കറിയാം. ഓക്കെ, സപ്പോസ് 9 രൂപയായിരുന്നു, 9 ആൾക്കാരായിരുന്നു ഉണ്ടെന്ന് വിചാരിക്കും. 9 ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്, അതിപ്പോ 8 ആക്കി. 14 ആയിരുന്നു സാലറി കൊടുത്തുകൊണ്ടിരുന്ന ഒരാൾക്ക്, അതിപ്പോ 15 ആക്കി. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ബില്ല് എത്രയാണ് ശരിക്കും വരുന്നത്? ഒറിജിനൽ ബില്ല് 9 പേരുണ്ട്, 14 രൂപ വെച്ചിട്ട്. അപ്പൊ എത്രയാ? 9x14 വരും. അപ്പൊ എത്ര വരും? 126 എന്ന് വരും. ഓക്കെ, അപ്പൊ പുതിയ സ്കീമിൽ ആൾക്കാരെ കുറച്ച് സാലറി കൂട്ടി. അപ്പൊ പുതിയ ബില്ല് എന്ത് വരും? 8x15 എന്ന് വരും. അപ്പൊ എത്ര വരും? 120 എന്ന് വരും. 120. ഓക്കെ, അപ്പൊ അയാൾക്ക് 126, 120, 6 രൂപ ലാഭം ഉണ്ടായി. ഓക്കെ, ഒറിജിനൽ ബില്ല് 126 രൂപയായിരുന്നപ്പം 126 രൂപയായിരുന്നപ്പോ അയാൾക്ക് 6 രൂപയാണ് ലാഭം, അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 രൂപയാണ്. ശരിക്കുമുള്ള ബില്ല് എത്ര തന്നിട്ടുണ്ട്? 1,890 അല്ലേ? 1,890. അപ്പൊ 1,890 ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് ഡിഫറൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, സോൾവ് ചെയ്യുക. എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 1890 into 6 divided by 126 എന്ന് കിട്ടും. 126. ഇത് 15 ടൈംസ് ആണ്. 15 into 6 90 എന്ന് കിട്ടും ഡിഫറൻസ്. 90 എന്ന് കിട്ടും. ഓക്കെ, ഒറിജിനൽ ബില്ല് 1,890, ഡിഫറൻസ് 90 എന്ന് കിട്ടും. അതായത് 1,800 ഇപ്പൊ ആകത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ 90 ഓപ്ഷൻ എ എന്ന് കിട്ടും. ഓപ്ഷൻ എ. നമ്മൾ എന്താ ചെയ്തത്? 9, 8, 14, 15 തന്നെയാണെന്ന് വെച്ചിട്ട് ഒറിജിനൽ ബില്ലും പുതിയ ബില്ലും കണ്ടുപിടിച്ചു. എത്രയാ ഡിഫറൻസ് എന്നുള്ളത് കണ്ടുപിടിച്ചു. ഡിഫറൻസ് 6 ആയിരുന്നു കിട്ടിയത്. ഒറിജിനൽ ബില്ല് 126 രൂപയാണെങ്കിൽ 6 ആണ് ഡിഫറൻസ്. അപ്പൊ 1,890 ആണെങ്കിൽ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, സോൾവ് ചെയ്യുന്നതാണ് എത്ര കിട്ടും? 90 എന്ന് കിട്ടും. 90. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? അത് 56ാമത്തെ ക്വസ്റ്റ്യൻ. 56. A man ordered 4 pairs of black socks and some pairs of brown socks. The price of a black pair is double that of a brown pair. While preparing the bill, the clerk interchanged the number of black and brown pairs by mistake, which increased the bill by 50%. The ratio of the number of black and brown pairs of socks in the original order was 1:2, 2:1, 1:4, 4:1. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യനില്? ഒരാള് 4 പെയർ ബ്ലാക്ക് സോക്സ് വാങ്ങിച്ചു, എത്രയോ പെയർ ബ്രൗൺ സോക്സും വാങ്ങിച്ചു. ബ്ലാക്കിന്റെ വിലയാണ് ബ്രൗണിനേക്കാൾ ഡബിൾ ആണ്. ഓക്കെ, ബില്ല് പ്രിപ്പയർ ചെയ്തപ്പം ക്ലർക്കിന് ഒരു മിസ്റ്റേക്ക് പറ്റി. എങ്ങനെയാണ്? ബ്ലാക്കിന്റെയും ബ്രൗണിന്റെയും എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആയിപ്പോയി. അപ്പൊ എന്ത് സംഭവിച്ചു? ബില്ല് 50% ഇൻക്രീസ് ആയി. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ഓർഡറിൽ എത്ര ബ്ലാക്കും എത്ര ബ്രൗണും ഉണ്ട്, അതിന്റെ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ബ്ലാക്ക് നമുക്കറിയാം എത്രയാണ്? 4 അറിയാം. ബ്രൗൺ എത്രയാണെന്ന് കണ്ടുപിടിക്കണം, റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ ഇവിടെ? ബ്രൗൺ പെയേഴ്സ് ആണ്. ഓക്കെ,
ബ്ലാക്ക് പെയറിന്റെ എണ്ണം നമുക്കറിയാം എത്രയാന്ന്, 4 ബ്രൗൺ പെയർ ആണ് നമ്മൾ ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്. ബ്രൗൺ പെയർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റേഷ്യോ എടുക്കാം, ആൻസറും കിട്ടും. ഓക്കെ, ഇവിടെ എന്തായിരുന്നു പ്രശ്നം പറ്റിയത്? ബ്ലാക്കിന്റെ വില ബ്രൗണിന്റെ ഡബിൾ ആണ്, അത് പ്രശ്നമില്ല. ഓക്കെ, ബില്ലടിക്കാൻ വന്നപ്പം ക്ലർക്കിന് ഒരു മിസ്റ്റേക്ക് പറ്റി, ബ്രൗണിന്റെയും ബ്ലാക്കിന്റെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അങ്ങനെ ബില്ല് 50% കൂടിയും പോയി. അതാണ് നമുക്ക് നിൽക്കുന്ന ഡേറ്റ. അങ്ങനെയാണെങ്കിൽ ബ്ലാക്കിന്റെയും ബ്രൗണിന്റെയും റേഷ്യോ എത്രയാണ്, എണ്ണത്തിന്റെ റേഷ്യോ എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, സപ്പോസ് ബ്രൗണിന്റെ വില എന്ന് പറയുന്നത് 1 രൂപയും ബ്ലാക്കിന്റെ വില ഡബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് 2 ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അസ്യൂം ചെയ്യാം. ബ്രൗൺ 1 ബ്ലാക്ക് 2, ബ്ലാക്ക് എന്ന് പറയുന്നത് ഡബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആക്ച്വൽ ബിൽ എത്രയായിരുന്നു വരണ്ടേ? ആക്ച്വൽ ബിൽ എത്രയായിരുന്നു വരണ്ടേ? പറഞ്ഞേ, ആക്ച്വൽ ബിൽ എത്രയായിരുന്നു വരണ്ടേ? ബ്ലാക്ക് 4 വാങ്ങിച്ചു, ഒരെണ്ണത്തിന് 2 രൂപയാണ്. അപ്പം 4 × 2 8 പ്ലസ് ബ്രൗൺ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. ഒരെണ്ണത്തിന്റെ വില എത്രയാണ്? 1 അപ്പൊ x × 1 അപ്പൊ എത്ര? 8 + x ആണ് എന്ത് ആക്ച്വൽ ബില്ല് വരേണ്ടത്. ഓക്കെ, റോങ് ആയിട്ട് വന്നേക്കുന്ന ബില്ല് എത്രയാ? റോങ് ബിൽ എത്രയാ വന്നേക്കുന്നത്? ശരിക്കും എന്താ സംഭവിച്ചേക്കുന്നത്? ഇവരുടെ എണ്ണം മാറിപ്പോയി, അപ്പൊ എന്ത് സംഭവിച്ചു? ബ്രൗൺ 4 ബ്ലാക്ക് x ആയി. ഓക്കെ, ബ്രൗൺ 4 ആകുന്ന ഉടനെ എന്ത് സംഭവിക്കും? 4 എണ്ണം 1 രൂപ വെച്ചിട്ട് പ്ലസ് ബ്ലാക്ക് എക്സ് പെയർസ് ആകുന്ന എത്ര? ഒരെണ്ണത്തിന് 2 രൂപയാണ്. അപ്പം 2 × x എത്ര വരും? 4 + 2x ഒന്നും വരും. ഓക്കെ, ഇനി എന്താ ഒരു ഡേറ്റ വന്നേക്കുന്നത്? ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പം ആക്ച്വൽ ബില്ലിനെ 50% കൂടിയതാണ്. അപ്പൊ ഈ പുതിയ ബില്ലെന്ന് പറയുന്നത് ഈ ആക്ച്വൽ ബില്ലിന്റെ 50% കൂടി ഇൻക്രീസ് ചെയ്തേക്കുന്നതാണ്. അപ്പൊ നോക്കി, 4 + 2x എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ബില്ല്. അതെന്ന് പറയുന്നത് ഈ ആക്ച്വൽ ബില്ലിന്റെ 50% കൂടെ കൂടി. 50% നമുക്ക് 150% എടുക്കാമല്ലോ. 150% ഓഫ് 8 + x. 150 എന്ന് പറയുന്നത് 3/2 ആണ്. 3/2 × 8 + x. 2 അങ്ങോട്ട് കൊണ്ടുപോയി. 8 + 4x എന്ന് പറയുന്നത് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 24 + 3x. x എന്ന് പറയുന്നത് 16 എന്ന് കിട്ടും. അതായത് ബ്രൗൺ പെയർ എന്ന് പറയുന്നത് 16 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ റേഷ്യോ എന്ത് കിട്ടും? ബ്ലാക്കിന്റെയും ബ്രൗണിന്റെയും 4:16 1:4 എന്ന് കിട്ടും. 1:4 റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബ്ലാക്ക് ആൻഡ് ബ്രൗൺ പെയർ എന്ന്. അപ്പൊ 1:4 കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ്. 4:1 എന്ന് എഴുതരുത്, ബ്ലാക്ക് ടു ബ്രൗൺ ആണ് ചോദിച്ചേക്കുന്നത്. 1:4 ഓപ്ഷൻ സി 1:4 എന്ന് കിട്ടും. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ആദ്യം തൊട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരാൾ 4 പെയർ ബ്ലാക്ക് സോക്സ് വാങ്ങി, എത്രയോ പെയർ ബ്രൗൺ സോക്സും വാങ്ങി. ഓക്കെ, ബ്ലാക്കിന്റെ വില ബ്രൗണിന്റെ ഡബിൾ ആണ്. ബില്ല് പ്രിപ്പയർ ചെയ്തപ്പോൾ ബ്ലാക്കിന്റെയും ബ്രൗണിന്റെ എണ്ണം ഇന്റർചേഞ്ച് ആയിപ്പോയി. ഇപ്പൊ ആക്ച്വൽ ബില്ലിന്റെ 50% കൂടി ഇൻക്രീസ് ആയി. അങ്ങനെയാണെങ്കിൽ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്? ബ്ലാക്കിന്റെയും ബ്രൗണിന്റെയും. അപ്പം ബ്രൗണിന്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കണം. ബ്ലാക്ക് 4 ആണെന്നറിയാം, ബ്രൗണിന്റെ x ആണെന്ന് വിചാരിക്കും. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്തു ബ്രൗണിന് 1 രൂപയും ബ്ലാക്കിന് അപ്പൊ ഒബ്വിയസ്ലി 2 രൂപയായിരിക്കും, ഡബിൾ ആണല്ലോ. അത് അസ്യൂം ചെയ്തു. അപ്പൊ ആക്ച്വൽ ബിൽ എത്ര വരും? 4 ബ്ലാക്ക് ഉണ്ട്, 2 രൂപ വെച്ചിട്ട് അപ്പൊ 8 രൂപ വരും. ബ്രൗൺ ഒരെണ്ണത്തിന് എക്സ് പെയർസ് ഉണ്ട്, ഒരെണ്ണത്തിന് 1 രൂപയാണ്. അപ്പൊ 8 + x എന്ന് പറഞ്ഞു. അതാണ് ആക്ച്വൽ ബിൽ. തെറ്റായിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന റോങ് ബിൽ എന്താണ്? ഇത് ഇന്റർചേഞ്ച് ആയി. അപ്പൊ എക്സ് പെയർസ് ഓഫ് ബ്ലാക്കും 4 പെയർസ് ഓഫ് ബ്രൗണും എന്ന് വരും. അപ്പൊ എന്ത് സംഭവിച്ചു? ബ്രൗണ് 4 എണ്ണമാണുള്ളത്, 1 രൂപ വെച്ചിട്ട്. അപ്പൊ 4 × 1 പ്ലസ് ബ്ലാക്ക് 2 രൂപയാണ്. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? എക്സ് പെയർസ് ഉണ്ട്, ഇന്റർചേഞ്ച് ആയി. അപ്പൊ 2x എന്ന് വന്നു. 4 + 2x. ഈ 4 + 2x എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിലും 50% കൂടെ കൂടുതലാണ്. 50% ഇൻക്രീസ് എന്ന് പറയുന്നത് നമുക്ക് 150% എന്ന് എഴുതാം. 150 എന്ന് പറയുന്നത് 3/2 ആണ്. ഈ എക്സ്പ്രഷൻ ഇനി സിംപ്ലിഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. എത്രയാണ്? 16 എന്ന് കിട്ടി. അതായത് 4 ബ്ലാക്ക് പെയറും 16 ബ്രൗൺ പെയറും ആണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ റേഷ്യോ എത്രയാ? 1:4 ഓപ്ഷൻ സി എന്ന് കിട്ടും. ഓപ്ഷൻ സി. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Two alloys contain zinc and copper in the ratio 2:1 and 4:1. In what ratio the 2 alloys should be added together to get a new alloy having zinc and copper in the ratio 3:1? 3:5, 5:7, 7:5, none of these. അപ്പം ഒരു അലോയ് ഉണ്ട്. അലോയ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലുമൊക്കെ കുറെ മെറ്റൽസിന്റെ എന്താ പറയുക, ഒരു മിക്സ്ചർ ആണ്. ഓക്കെ, അപ്പൊ സിങ്കും കോപ്പറും ഉള്ള ഒരു അലോയ് ആണുള്ളത്. അതിന്റെ റേഷ്യോ വന്നിട്ടുണ്ട് 2:1 ആണ്.
വേറൊരു അലോയ് ഉണ്ട്, അതിന്റെ റേഷ്യോ എത്രയാ? 4:1 ആണ്. അതായത് സിങ്കിന്റെ അളവ് 4 ആണെങ്കിൽ കോപ്പറിന്റെ അളവ് 1 ആയിരിക്കും. ഓക്കെ, ഇത് തമ്മിൽ എത്ര റേഷ്യോയിൽ മിക്സ് ചെയ്താലാണ് നമുക്ക് പുതിയൊരു മിക്സ്ചർ കിട്ടുന്നത്? അതിന്റെ റേഷ്യോ നമുക്ക് വന്നിട്ടുണ്ട് സിങ്കിന്റെയും കോപ്പറിന്റെ എത്രയാ? 3:1 കിട്ടുന്നതിന്. ഓക്കെ, ഇത് നമുക്ക് അലിഗേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യുന്നത്. അലിഗേഷൻ വെച്ചിട്ട്, ഓക്കെ, അലിഗേഷൻ എന്നുള്ള മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യുന്നത്. മിക്സർ ആൻഡ് അലിഗേഷന്റെ കുറെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ മതി. അതിനകത്തെ ഒരു ടൈപ്പാണ് ഇത് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് അലോയ് നമ്മളിപ്പം ഒന്നുകിൽ സിങ്കിന്റെ ക്വാണ്ടിറ്റി എടുക്കുക അല്ലെങ്കിൽ കോപ്പറിന്റെ ക്വാണ്ടിറ്റി എടുക്കുക. ഏത് ക്വാണ്ടിറ്റി വേണമെങ്കിലും എടുക്കുക. രണ്ട് വെച്ച് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ആൻസർ സെയിം ആയിട്ട്. ഒന്നുകിൽ സിങ്കിന്റെ ചെയ്യുക, സെയിം ആൻസർ കിട്ടും. കോപ്പറിന്റെ ചെയ്യുക, അന്നേരം സെയിം ആൻസർ കിട്ടും. രണ്ടും കൂടെ മിക്സ് ചെയ്യരുത്. ഒന്നുകിൽ സിങ്ക് എടുക്കുക അല്ലെങ്കിൽ കോപ്പർ എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ സിങ്ക് എടുത്തെന്ന് വിചാരിച്ചു. സിങ്ക് ഫസ്റ്റിനകത്ത് 2:1 റേഷ്യോ ആണ്. പിന്നെ എത്ര ഉള്ളത്? 4:1. കിട്ടേണ്ടത് എന്താ? 3:1. ഓക്കെ, 2:1 റേഷ്യോയിലാണ്. 2 സിങ്ക് ഉണ്ടെങ്കിൽ കോപ്പർ എത്ര? 1 ആണുള്ളത്. അപ്പൊ നമുക്ക് സിങ്ക് എന്ന് പറയുന്നത് 2/3 നമ്മൾ എടുത്തു. അതായത് 2 ഡിവൈഡ് ബൈ സം ഓഫ് റേഷ്യോ. അപ്പൊ 1 കിലോ ആണെന്ന് വിചാരിക്കുക. അപ്പൊ എത്രയുണ്ട് സിങ്ക്? 2 ഡിവൈഡ് ബൈ 3 അല്ലേ? അപ്പൊ ഇവിടെ സിങ്ക് എത്ര വരും? 4 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. നമുക്ക് കിട്ടേണ്ടത് എത്രയാ? കിട്ടേണ്ടത് 3:1 ആണ്. അപ്പൊ എന്ത് വരും? 3/4 എന്ന് വരും. അപ്പൊ നമ്മള് ഡയഗണലി ഡിഫറൻസ് എടുക്കും. ഡയഗണലി ഡിഫറൻസ് എടുക്കും. ഇപ്പൊ ഡയഗണലി ഡിഫറൻസ് എടുത്തേ എന്ത് വരുമെന്ന് നോക്കിയേ. ഇവിടെ എന്ത് വരും? 4/5 മൈനസ് 3/4. ഓക്കെ, ഇവിടെ എന്ത് വരും? 3/4 മൈനസ് 2/3. എന്ത് വരുമെന്ന് നോക്കിയത്? സിംപ്ലിഫൈ ചെയ്തേ. 1/20 എന്ന് കിട്ടും. ഇവിടെ ഇവിടെ എന്ത് വരും? 1/12 എന്നും വരും. ഓക്കെ, ഇതെങ്ങനെ അലിഗേഷൻ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ സിങ്കിന്റെ ക്വാണ്ടിറ്റി ആണ് ഇവിടെ എത്തിക്കുന്നത്. സിങ്കിന്റെ ക്വാണ്ടിറ്റി 2 ഡിവൈഡഡ് ബൈ 3യും ഇവിടെ സിങ്കിന്റെ ക്വാണ്ടിറ്റി ആണ് 4 ഡിവൈഡഡ് ബൈ 5. ഇത് തമ്മിൽ മിക്സ് ചെയ്തു. മിക്സ് ചെയ്തിട്ട് കിട്ടേണ്ട സാധനം എന്താ? 3:1 ആണ്. അപ്പൊ എന്താ? 3/4 ആണ് സിങ്കിന്റെ ക്വാണ്ടിറ്റി. ഓക്കെ, 3/4. അപ്പൊ അത് നമ്മൾ എഴുതി. ഇനി ഡയഗണലി നമ്മൾ ഡിഫറൻസ് എടുക്കുവാണ്. ഡയഗണലി, അതാണ് അലിഗേഷനകത്ത് ചെയ്യുന്നത്. അങ്ങനെയാണ്. ഡയഗണലി നമ്മൾ ഡിഫറൻസ് എടുക്കും. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എടുത്ത് ഇവിടെ എഴുതി, ഇതിന്റെ ഡിഫറൻസ് എടുത്ത് ഇവിടെ എഴുതി. അപ്പൊ ഇതിന്റെ രണ്ട് റേഷ്യോ എന്ന് പറയുന്നത് ഈ റേഷ്യോ ആയിരിക്കും. വളരെ ഈസിയാണ്. അതായത് 1/20 1/12 ആണ് നമ്മുടെ ആൻസർ. ഫ്രാക്ഷൻ എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നേരെ ഇങ്ങോട്ടാക്കുക. 12:20 എന്ന് കിട്ടും. അതായത് 3:5. 3:5. ഓപ്ഷൻ ഏതാ വന്നേക്കുന്നത്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ 3:5 എന്ന് കിട്ടും. ഇതേ സെയിം സാധനം തന്നെ. അത് നമ്മളിപ്പോ സിങ്കിന്റെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതേ സെയിം സാധനം തന്നെ നിങ്ങൾ കോപ്പറിന്റെ വെച്ച് ചെയ്ത് നോക്കൂ. സെയിം ആൻസർ തന്നെ കിട്ടും. സെയിം റേഷ്യോ തന്നെ കിട്ടും. കോപ്പറിന്റെ വെച്ച് ചെയ്യുമ്പോൾ എന്ത് വരും? 1/3 എന്ന് കിട്ടും. 1/3 1/5 മിക്സ് ചെയ്യുന്നോണ്ടേ 1/4 കിട്ടും. റേഷ്യോ ചെയ്യുക, സെയിം തന്നെ കിട്ടും. ആ റേഷ്യോ ഏതാ? 3:5 റേഷ്യോ തന്നെ കിട്ടും. ഒന്നെങ്കിൽ സിങ്ക് എടുക്കുക അല്ലെങ്കിൽ കോപ്പർ എടുക്കുക. ഓക്കെ, സിങ്കിന്റെ ആദ്യത്തെ അലോയുടെ എടുത്തു, രണ്ടാമത്തെ അലോയുടെ എടുത്തു, മിക്സ്ചറിന്റെ എടുത്തു. ഡയഗണലി ഡിഫറൻസ് എടുക്കുക, ആ റേഷ്യോ എടുക്കുക. ആ റേഷ്യോ എടുക്കുന്നതാണ് നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, അലിഗേഷന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ മതി. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ അലിഗേഷൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 58ാമത്തെ ക്വസ്റ്റ്യൻ. Find the third proportional to 25 and 30. Find the third proportional to 25 and 30. 36, 32, 34, 38. The third proportional എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതുന്നത്? 25:30:30 എത്രയാണെന്നുള്ളത് ഈ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. തേർഡ് പ്രൊപ്പോർഷൻ. തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആയിരിക്കുമ്പോൾ അതിന്റെ ലാസ്റ്റ് ക്വാണ്ടിറ്റി, അതാണ് തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇത് ചെയ്തേ. പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് മീൻ. 25x എന്ന് പറയുന്നത് 30 × 30. എക്സിന്റെ വാല്യൂ എന്ത് വരും? 30 × 30/25. അപ്പൊ 6 × 6 36 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. 36 എന്ന് കിട്ടും നമുക്ക്. ഓപ്ഷൻ എ 36. നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കുറെ ചെയ്തതാണ്. മീൻ പ്രൊപ്പോർഷനും ഫോർത്ത് പ്രൊപ്പോർഷനും അല്ല, ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഓഫ് മീൻ ആണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? ആൻസർ നമുക്ക് 36 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അത് മീൻ പ്രൊപ്പോർഷന്, ഫോർത്ത് പ്രൊപ്പോർഷന് ഇതല്ല. മീൻ പ്രൊപ്പോർഷൻ, കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ, തേർഡ് പ്രൊപ്പോർഷൻ, ഇതെല്ലാം പഠിച്ചിരിക്കുക. പിന്നെ നമ്മൾ കുറെ റേഷ്യോസ് ഒക്കെ പഠിച്ചായിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, ട്രിപ്ലിക്കേറ്റ് റേഷ്യോ, അതെല്ലാം പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 59ാമത്തെ ക്വസ്റ്റ്യൻ. If a square plus b square plus c square minus ab minus bc minus ac equal to 0, then a is to b is to c is 1:1:2. Option B 1:1:1. Option C 1:2:1. Option D 2:1:1. Okay, a square plus b square plus c square minus ab minus bc minus ac equal to 0.
അങ്ങനെയാണെങ്കിൽ A is to B is to C എങ്ങനെയായിരിക്കും വരുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട് 1:1:2, 1:1:1, 1:2:1, 2:1:1. നമുക്ക് ഏറ്റവും എളുപ്പം എന്താ ഓപ്ഷൻസ് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1:1:2 ആണ്. 1² + 1² + 2² ട്രൈ ചെയ്ത് നോക്കിയോ. 1:1:2. അപ്പോൾ 1² + 1² + 2² 4 -1 × 1 -1 × 2 -1 × 2. ഇപ്പൊ എന്ത് വരും? 6 - 5 1 എന്ന് വരും. 0 വരത്തില്ല. അപ്പൊ അതല്ല. അടുത്ത 1:1:1. 1 + 1 + 1 3 -1 -1 -1 0 എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടും? 1:1:1 എന്ന് കിട്ടും. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് 1:1:1 തന്നെയാണ്. ഇത് ചെയ്ത് നോക്കേ വേണ്ട, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നുള്ളേ ഉള്ളൂ. 1:1:1 എന്നുള്ള ഓപ്ഷൻസ് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്ത് 1:1:1 ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. A² + B² + C² -AB -BC -AC = 0 A is to B is to C എന്ന് പറയുന്ന റേഷ്യോ എന്ത് വരും? 1:1:1 എന്ന് വരും. ഓക്കെ, ഓപ്ഷൻസ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ അത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Speeds of 3 cars are in the ratio 5:4:6. The ratio between time taken by them to travel the same distances 5:4:6, 6:4:5, 10:12:15, 12:15:10. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? 3 കാർ ഉണ്ട്, അതിന്റെ സ്പീഡിന്റെ റേഷ്യോ വന്നിട്ടുണ്ട്. എത്രയാണ്? 5:4:6 ആണ്. ഓക്കെ, നമ്മൾ നോട്ട് ചെയ്തു. സ്പീഡിന്റെ റേഷ്യോ നമുക്കറിയാം. 3 കാർ ഉണ്ട്. എന്താണ്? 5:4:6. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അത്രേ ഉള്ളൂ ചോദ്യം. സ്പീഡിന്റെ റേഷ്യോ നമുക്ക് വന്നിട്ടുണ്ട്. എത്രയാണ്? 5:4:6 എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈമിന്റെ റേഷ്യോ, സെയിം ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ടൈമിന്റെ റേഷ്യോ എത്രയാണ്? സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് എപ്പോഴും ഓർത്ത് വെച്ചേക്കാം. സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പൊ സ്പീഡിന്റെ റേഷ്യോ അറിയാമെന്നുണ്ടെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും. മറക്കല്ല, സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് ആദ്യത്തെ കാര്യം. സ്പീഡിന്റെ റേഷ്യോ അറിയാമെന്നുണ്ടെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്തായിരിക്കും? ജസ്റ്റ് അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പൊ ഒരു റേഷ്യോ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ജസ്റ്റ് 1/1/1 ഇട്ടാൽ മതി ഓരോ ടേമിനെ. ഇൻവേഴ്സ് റേഷ്യോ എന്താന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ സ്പീഡിന്റെ റേഷ്യോ അറിയാമെന്നുണ്ടെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്താ? ജസ്റ്റ് അതിന്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. 1/5:1/4:1/6 എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ LCM എന്ത് വരും? LCM 60 എന്ന് വരും. 60. അപ്പൊ ഓരോ ടേമിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് വരും? ഫ്രാക്ഷൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 60 × 1/5 12 എന്ന് വരും. 60 × 1/4 15 എന്ന് വരും. 60 × 1/6 10 എന്ന് വരും. അപ്പൊ ടൈമിന്റെ റേഷ്യോ എന്ത് കിട്ടി? 12:15:10 എന്ന് കിട്ടി. ടൈമിന്റെ റേഷ്യോ 12:15:10 എന്ന് കിട്ടി. ഓക്കെ, പറഞ്ഞിരിക്കേണ്ട എത്ര കാര്യം? സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സ്പീഡിന്റെ റേഷ്യോ അറിയാമെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്താ? അതിന്റെ ജസ്റ്റ് ഇൻവേഴ്സ് ആണ്. ടൈമിന്റെ റേഷ്യോ അറിയാമെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ എന്താ? അത് ജസ്റ്റ് ഇൻവേഴ്സ് ആണ്. ഇവിടെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് മാറ്റാൻ വേണ്ടി LCM എടുത്തു. 60 ആണ്. LCM 60 എടുത്തിട്ട് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തു. എന്തിനാണ്? ആ ഫ്രാക്ഷൻ മാറ്റാൻ വേണ്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 12:15:20 എന്ന് കിട്ടി. ഓക്കെ, ഓപ്ഷൻ ഡി എന്ന് കിട്ടി. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ അത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 61. 6 numbers A, B, C, D, E, F are such that AB = 1, BC = 1/2, CD = 6, DE = 2, EF = 1/2. What is the value of AD is to BE is to CF? 4:3:27, 6:1:9, 8:9:9, 72:1:9. 6 നമ്പേഴ്സ് ഉണ്ട്. ABCDEF. എന്താ തന്നേക്കുന്നത്? AB എന്ന് പറയുന്ന 1 ആണ്. BC എന്ന് പറയുന്നത് 1/2 ആണ്. CD എന്ന് പറയുന്നത് 6 ആണ്. D എന്ന് പറയുന്നത് 2 ആണ്. EF എന്ന് പറയുന്നത് വീണ്ടും 1/2 ആണ്. ഓക്കെ, അങ്ങനെയാണ് ചോദിച്ചേക്കുന്നത്. എന്താ? AD is to BE is to CF. ഈ റേഷ്യോ എത്രയാണ് ചോദിച്ചേക്കുന്നത്. 6 നമ്പേഴ്സ് ഉണ്ട്. ABCDEF. AB 1 ആണ്. BC 1/2 ആണ്. CD 6 ആണ്. DE 2 ആണ്. EF 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ AD is to BE is to CF എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ട്രൈ ചെയ്ത് ചെയ്യാൻ. ചെയ്തേത്
ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക. ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും നല്ല കാര്യം. എന്നിട്ട് സൊല്യൂഷൻ നോക്കുക. ഓക്കെ, അങ്ങനെ വേണം ക്യൂയുടെ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതല്ലാതെ ഓരോന്ന് നേരെ തന്നെ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യണം, എന്നാലേ ഇതിന് യൂസ് ആകത്തുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കി ക്വസ്റ്റ്യൻ നോക്കി. AD is to B is to CF ആണ് വേണ്ടത്. AD is to B is to CF. ഓക്കെ, നമുക്ക് AD എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല, AD തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് AB അറിയാം, CD അറിയാം അല്ലേ? അപ്പൊ നമുക്ക് AD കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ AB യെ മൾട്ടിപ്ലൈ ചെയ്തു, CD യെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എക്സ്ട്രാ ആയിട്ട് എന്താ വന്നേക്കുന്നത്? BC ഉണ്ട്. നമുക്ക് ഓൾറെഡി BC അറിയാം. അപ്പൊ ഡിവൈഡഡ് ബൈ BC ചെയ്താൽ പോരെ, മതി. ഇപ്പൊ എന്ത് വരും? AB എന്ന് പറയുന്ന 1, CD എന്ന് പറയുന്ന 6 ഡിവൈഡഡ് ബൈ ഹാഫ്. ഇപ്പൊ എത്ര വരും? 12 എന്ന് വരും. ഓക്കെ, അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? B ആണ്. B കിട്ടാൻ നമുക്ക് BC അറിയാം, D അറിയാം. അപ്പം ഇവിടെ B യും D യും ഉണ്ട്. CD എക്സ്ട്രാ ആണ്. അപ്പൊ ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം? CD ചെയ്യണം. അപ്പൊ എന്താ വരുന്നത്? BC നോക്കാം. BC ഹാഫ്, D 2 ഡിവൈഡഡ് ബൈ CD എത്ര വരും? 6 എന്ന് വരും. 2 2 പോകും. നമ്മുടെ ആൻസർ എത്ര വരും? 1/6 എന്ന് വരും. 1/6. ഓക്കെ, അടുത്ത ഏതാ? CF ആണ്. CF കിട്ടാൻ എന്താ? CD കൊണ്ട് ചെയ്തു ഇൻറ്റു EF ചെയ്തു. അപ്പൊ CF കൊണ്ട് D എക്സ്ട്രാ വന്നേക്കുവാണ്. അപ്പൊ എന്ത് ചെയ്യണം? D കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 6 ഇൻറ്റു ഹാഫ് ഡിവൈഡഡ് ബൈ എന്ത് വരണം? 2 എന്ന് വരും. 3/2 എന്ന് കിട്ടും. എല്ലാം വാല്യൂ നമുക്ക് കിട്ടി. 12 is to 1/6 is to 3/2. അപ്പൊ ഫ്രാക്ഷനിലാണ് കിടക്കുന്നത്, അത് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? LCM എടുക്കും. LCM എന്താ? 6 തന്നെയാണ്. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 72 is to 1 is to 9 എന്ന് വരും. 72 is to 1 is to 9. ഏതാ ഓപ്ഷൻ ഏതാ വന്നേക്കുന്നത്? ഓപ്ഷൻ D, 72 is to 1 is to 9 എന്ന് വരും. അപ്പൊ നമുക്ക് തന്നേക്കുന്ന ഇത്രയും ഡേറ്റയേ ഉള്ളൂ. നമുക്ക് വേണ്ടത് AD, BE, CF ആണ്. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ AD കിട്ടണമെന്നുണ്ടെങ്കിൽ AB CD കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ BC ചെയ്യുക. അപ്പൊ ബിയും സിയും ക്യാൻസൽ ആയി പോകും, AD തന്നെ കിട്ടും. അതേപോലെ BE കിട്ടണമെന്നുണ്ടെങ്കിൽ BCയും Dയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, BC DE. CD ആണ് എക്സ്ട്രാ ഉള്ളത്, ആ CD കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ BE തന്നെ കിട്ടും. അടുത്ത CF കിട്ടണമെന്നുള്ളത് എന്താ? CDF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ DE ചെയ്യുക. ഈ ഡേറ്റ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് 12 കിട്ടി, ഇവിടെ 1/6 കിട്ടി, ഇവിടെ 3/2 കിട്ടി. റേഷ്യോ ആക്കി ഫ്രാക്ഷൻസ് കൺവേർട്ട് ചെയ്തു. LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് LCM 6 ആയിരുന്നു, കൺവേർട്ട് ചെയ്തുകൊണ്ട് എന്ത് വരും? 72 is to 1 is to 9 എന്ന് കിട്ടും. ഓപ്ഷൻ D. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 62ാമത്തെ ക്വസ്റ്റ്യൻ. 62. If A plus B is to B plus C is to C plus A equals 6 is to 7 is to 8 and A plus B plus C equals 14 and the value of C is 6, 7, 8, 14. A plus B is to B plus C is to C plus A എന്ന് പറയുന്നത് 6 is to 7 is to 8 ആണ്. A plus B plus C എന്ന് പറയുന്നത് 14 ആണ്. അങ്ങനെയാണെങ്കിൽ സിയുടെ വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം. 6 ആണോ 7 ആണോ 8 ആണോ 14 ആണോ? ഓക്കെ, എങ്ങനെ ചെയ്യും നമ്മള്? 3 ABCയുടെ കൂട്ടുന്നുണ്ടെങ്കിൽ 14 ആണെന്നറിയാം. A plus B is to B plus C is to C plus A എന്ന് പറയുന്നത് 6 is to 7 is to 8 ആണെന്നറിയാം. ഇതിന്റെ അർത്ഥം A plus B എന്ന് പറയുന്നത് 6ഉം B plus C എന്ന് പറയുന്നത് 7ഉം C plus A എന്ന് പറയുന്നത് 8ഉം എന്നല്ല. അത് ഇതിന്റെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത് നമുക്കറിയാം. റേഷ്യോ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ആണ്. ഓക്കെ, 6, 7, 8 എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. 6 ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കോൺസ്റ്റന്റ് എന്താ നമുക്ക് അറിയില്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? A plus B എന്ന് പറയുന്നത് നമ്മൾ 6 ഇൻറ്റു ഒരു കോൺസ്റ്റന്റും B plus C എന്ന് പറയുന്നത് 7 ഇൻറ്റു ഒരു കോൺസ്റ്റന്റും C plus A എന്ന് പറയുന്നത് 8 ഇൻറ്റു ഒരു കോൺസ്റ്റന്റും ആയിട്ട് നമ്മൾ കൊടുത്തു. ഓക്കെ, ആ റേഷ്യോ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് വാല്യൂ കിട്ടുമല്ലോ. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തു, LHS RHS. അപ്പൊ എന്ത് കിട്ടും? 2 ടൈംസ് A plus B plus C എന്ന് പറയുന്നത് 6K plus 7K, 13K plus 8K, 21K എന്ന് കിട്ടും. ഓക്കെ, A plus B plus C നമുക്കറിയാം എന്താണ്? 14 ആണ്. അപ്പം 2 into 14 എന്ന് പറയുന്നത് 21 into K. അപ്പൊ Kയുടെ വാല്യൂ എന്താ? 2 into 14/21. 7 വെച്ച് കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4/3 എന്ന് കിട്ടും. അതായത് ഈ റേഷ്യോയുടെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താ? 4/3 ആയിരുന്നു. ഓക്കെ, 4/3 ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കിയേ 4/3. നമുക്ക് വേണ്ടത് എന്താ? സിയുടെ വാല്യൂ ആണ്. സിയുടെ വാല്യൂ. ഓക്കെ, സിയുടെ വാല്യൂ. ഓക്കെ, സിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് A plus B plus C അറിയാം എത്രയാന്ന്? 14 ആണെന്നറിയാം.
അപ്പൊ എ പ്ലസ് ബിയും കൂടെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് സിയുടെ വാല്യൂ കിട്ടത്തില്ലേ? അപ്പൊ എ പ്ലസ് ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചേ. എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ? 6k ആണ്. അപ്പൊ 6 into 4/3 അപ്പൊ എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. അപ്പൊ എ പ്ലസ് ബി 8 ആണെന്ന് അറിയാം. എ പ്ലസ് ബി പ്ലസ് സി 14 ആണെന്ന് അറിയാം. അപ്പൊ സിയുടെ വാല്യൂ എന്താ? സിയുടെ വാല്യൂ 14 മൈനസ് 8 6 എന്ന് കിട്ടും. 6 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ എന്താ? 6 എന്ന് കിട്ടും. വാല്യൂ ഓഫ് സി എന്ന് പറയുന്നത് 6 ആണ്. ഓപ്ഷൻ എ എന്ന് കിട്ടും. ഓപ്ഷൻ എ. അപ്പൊ നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി 14 ആണെന്ന് അറിയാം. എ പ്ലസ് ബി ഇസ് ടു ബി പ്ലസ് സി ഇസ് ടു സി പ്ലസ് എ എന്ന് പറയുന്നത് 6 ഇസ് ടു 7 ഇസ് ടു 8 ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കിയേ, എ പ്ലസ് ബി എന്ന് പറയുന്നത് 6 ഇൻറ്റു ഒരു കോൺസ്റ്റന്റ്, ബി പ്ലസ് സി എന്ന് പറയുന്നത് 7 ഇൻറ്റു ഒരു കോൺസ്റ്റന്റ്, സി പ്ലസ് എ എന്ന് പറയുന്നത് 8 ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 21k ആണ്. കോൺസ്റ്റന്റ് വാല്യൂ 4/3 എന്ന് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി കണ്ടുപിടിച്ചുകൂടെ? 6k ആണ്. അപ്പൊ 8 എന്ന് കിട്ടി. എ പ്ലസ് ബി 8 ആണെങ്കിൽ സിയുടെ വാല്യൂ എത്ര ആയിരിക്കും? 6 ആയിരിക്കും. 8 പ്ലസ് 6 അല്ലേ 14 വരുന്നത്. അപ്പൊ സിയുടെ വാല്യൂ 6 എന്ന് കിട്ടി. ഓപ്ഷൻ എ. ഓക്കെ. അപ്പം മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് അങ്ങനെ നമ്മൾ സ്പീഡ് ഇംപ്രൂവ് ആകും. അങ്ങനെ നമുക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. റേഷ്യോ പ്രൊപ്പോർഷൻ ഇവിടെ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.